എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സെബി സംഘടിപ്പിച്ച സൗജന്യ ഓൺലൈൻ ഓഹരി വിപണി ക്ലാസിന്റെ മൂന്നാം ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡെപ്പോസിറ്ററി സർവീസിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. പ്രധാനമായിട്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെപ്പോസിറ്ററിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡിമാറ്റ് സർവീസിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന സേവനങ്ങൾ, അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് പറയുന്നത്. പ്രധാനമായി ക്ലാസ് 4 കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന്, ഡിമാറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഫിസിക്കൽ രൂപത്തിലുള്ള ഷെയറുകളോ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളോ നമുക്ക് ഇലക്ട്രോണിക് രൂപത്തിലോട്ട് മാറ്റുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് ഡിമാറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ട്രാൻസ്പോസിഷൻ ഓഫ് സെക്യൂരിറ്റീസ്, അതേപോലെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഒരു ഷെയർ ഫിസിക്കൽ രൂപത്തിലോട്ട് മാറ്റുന്ന റീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, ട്രാൻസ്മിഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഈ ട്രാൻസ്മിഷന്റെ കാര്യത്തിലാണ് കൂടുതലായിട്ട് നോമിനേഷനിലേക്ക് പ്രാധാന്യം വരുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ആദ്യം ഡിമാറ്റീരിയലൈസേഷനെ കുറിച്ച് പറയാം. എന്താണ് ഡിമാറ്റീരിയലൈസേഷൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും ഞാൻ അതൊന്ന് കൃത്യമായിട്ട് പറയുകയാണ്. നമ്മളുടെ ഷെയറുകളൊക്കെ പഴയ കാലത്ത് ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇതൊക്കെ ഫിസിക്കൽ രൂപത്തിൽ മാത്രം ഷെയർ സർട്ടിഫിക്കറ്റ് രൂപത്തിലാണ് വാങ്ങി വെച്ചിരുന്നത്. അപ്പൊ അത് അങ്ങനെ ആളുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ഷെയർ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ഇതിന്റെ കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ, ഇത് നശിച്ചു പോകുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോ ഇലക്ട്രോണിക് രൂപത്തിലോട്ട് ഇത് മാറ്റുകയും അതിന്റെ ക്രയവിക്രയം, വാങ്ങൽ വിൽക്കൽ പ്രക്രിയ നടത്തുന്നതിന് ഭാഗമായിട്ടാണ് ഡിമാറ്റീരിയലൈസേഷൻ പ്രോസസ്സ് നടന്നത്. അങ്ങനെ ഡിമാറ്റ് ചെയ്ത അക്കൗണ്ട് ആണ്, അതായത് നമ്മുടെ ഷെയറുകളും സർട്ടിഫിക്കറ്റുകളും ഫിസിക്കൽ രൂപത്തിൽ നിന്ന് ഇലക്ട്രോണിക് രൂപത്തിലോട്ട് മാറ്റി സൂക്ഷിക്കുന്ന അക്കൗണ്ട് ആണ് ഈ പറയുന്ന ഡിമാറ്റ് അക്കൗണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള സെക്യൂരിറ്റീസ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരാവുന്നതാണ്? ഒന്ന്, ഇക്വിറ്റി ഷെയർ. അതിനെക്കുറിച്ചാണ് കൂടുതൽ ആളുകൾ സംസാരിക്കാറുള്ളത്. ഷെയർ സ്വാഭാവികമായിട്ടും ഇക്വിറ്റി ഷെയർ, നമ്മുടെ ഓണർഷിപ്പ് റൈറ്റ് ഉള്ള, നമ്മൾ സാധാരണ വാങ്ങി വിൽക്കുന്ന നമ്മുടെ ഷെയർ, അതാണ് ഇക്വിറ്റി ഷെയർ. നമുക്ക് കൊണ്ടുവരാം. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമുണ്ട് ഷെയറിൽ തന്നെ. ആ ഷെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് റൈറ്റ് അല്ല കൂടുതലായിട്ട്, അതിന് കൂടുതൽ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള എന്നാൽ വോട്ടവകാശമില്ലാത്ത തരം ഷെയറുകളാണ് പ്രിഫറൻസ് ഷെയർ. ചില കമ്പനികളൊക്കെ പ്രിഫറൻസ് ഷെയർ പുറത്ത് ഇറക്കാറുണ്ട്. അതും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരാം. ഡിബഞ്ചറുകൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരാം. അപ്പൊ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മുത്തൂറ്റ്, മണപ്പുറം പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചർ, NCD എന്ന് പറയുന്ന ഒരു ഡിബഞ്ചർ ഇറക്കാറുണ്ട്. ഒരു 8-9% പലിശയൊക്കെ എപ്പോഴും അവർ ഓഫർ ചെയ്യുന്നുണ്ട് അവരുടെ നല്ല റേറ്റിംഗ് ഉള്ള ബോണ്ടുകൾക്ക്, ഡിബഞ്ചറുകൾക്ക്. അപ്പൊ ആ ഡിബഞ്ചറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടപ്പത്രങ്ങളാണ്. ഇവർ നമ്മളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് പൈസ വാങ്ങുകയാണ്. അപ്പൊ അതിന് നമുക്ക് പലിശയാണ് അവർ തരിക. അപ്പൊ അത്തരം ഡിബഞ്ചറുകൾ നമുക്ക് എവിടെ സൂക്ഷിക്കാൻ വേണമെങ്കിൽ, ഡിമാറ്റ് അക്കൗണ്ട് വഴി വേണമെങ്കിൽ നമുക്ക് അത് വാങ്ങി അക്കൗണ്ടിൽ, നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കാം. ഇതിന് IPO സമയത്തും അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും വാങ്ങാം. ഇത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് സെക്കൻഡറി മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് ഈ മുത്തൂറ്റിന്റെയും മണപ്പുറത്തിന്റെയും അതുപോലെ പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ എല്ലാം ഡിബഞ്ചറുകൾ വാങ്ങി നമ്മളുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത ഒരു അക്കൗണ്ടാണ് നമ്മളുടെ ഈ ഡിമാറ്റ് അക്കൗണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിലും നമ്മളുടെ നിക്ഷേപത്തെ നമുക്ക് വൈവിധ്യവൽക്കരിക്കാവുന്നതാണ്. പിന്നെ ബോണ്ടുകൾ, പലതരത്തിലുള്ള ബോണ്ടുകൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരാം. കുറെ അധികം ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഡിമാറ്റ് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ഡിമാറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായി. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരാം. ഗവൺമെന്റ് സെക്യൂരിറ്റികൾ, സർക്കാർ പുറത്തിറക്കുന്ന പല സെക്യൂരിറ്റീസ് വേണമെങ്കിൽ നമുക്ക് വാങ്ങുകയും അതോടൊപ്പം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതും ഒക്കെ വളരെ സൗകര്യപ്രദമാണ്. ഇതിന് ഏറ്റവും വലിയ സൗകര്യപ്രദം എന്ന് പറഞ്ഞത് സേഫ്റ്റിയാണ്. ഒരു കള്ളനും ഇതിനകത്ത് നിന്ന് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പേടി വേണ്ട ഇനി. അപ്പൊ അങ്ങനെ വളരെ സേഫ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ ഇലക്ട്രോണിക് മാർഗത്തിൽ വളരെ സേഫ് ഹാൻഡ്ലിങ്ങിന് പറ്റാവുന്ന ഒരു സംവിധാനമാണ് നമ്മളുടെ ഈ ഡിമാറ്റ് അക്കൗണ്ട്. വളരെ സെക്യൂർഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് ഈ പറയുന്ന സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷെയർ വാങ്ങാനും വിൽക്കാനുള്ള അക്കൗണ്ട് മാത്രമായിട്ടല്ല, ഇതെന്താണ്, ഇത്രയും വൈവിധ്യമായിട്ടുള്ള സെക്യൂരിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്താവുന്ന ഒരു സംവിധാനമായിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ടിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്ത് ഡിമാറ്റീരിയലൈസേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഡിമാറ്റീരിയലൈസേഷൻ നമുക്ക് നടത്തേണ്ട ചില സാഹചര്യങ്ങൾ വന്നേക്കാം. ഒന്ന്, നമ്മളുടെ കയ്യിൽ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായേക്കാം.
അതൊക്കെ നമ്മൾ ഓർത്തെടുക്കേണ്ടതും നമ്മൾ അറിയേണ്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ. പക്ഷെ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുതിർന്ന കാരണവന്മാർക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലൊരു നിക്ഷേപശീലം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ പോലും മറന്നു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരുടെ കാലശേഷം അത്തരം പേപ്പറുകളൊക്കെ തന്നെ ആരും ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ ആരോട് ഇത് പറയാതെയോ ഒക്കെ പോയ കേസുകളൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ അത്തരം കടലാസുകൾ പഴയ കാലത്തെ ചില ഷെയർ സർട്ടിഫിക്കറ്റുകൾക്ക് ഇന്നും നിലവിലുള്ള കമ്പനികളാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ കോടികളുടെ മൂല്യമുള്ള വസ്തുക്കളായിരിക്കും. നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോഴും ഇന്ത്യയില് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ അവകാശികളില്ലാണ്ട് കിടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ തന്നെ ഷെയറിന്റെ അവകാശി ആരാന്ന് അറിയില്ല. അങ്ങനത്തെ കേസുകളുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെയൊക്കെ പൊതുവായിട്ടുള്ള ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സിന്റെ പൊതുവായിട്ടുള്ള ശീലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, നമുക്ക് എവിടേക്കാണ് ഡെപ്പോസിറ്റ്സ്, നമുക്ക് എവിടേക്കാണ് അതിന്റെ ലയബിലിറ്റീസ്, ഇത്തരം കാര്യങ്ങൾ നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും നമ്മളുടെ ജീവിത പങ്കാളിയോടോ അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളോട് നമ്മൾ സംസാരിക്കാറില്ല. ഒരുപക്ഷെ അവർക്ക് അതിനെ കൂടുതൽ താല്പര്യം ഉണ്ടാവില്ല, സത്യമായിരിക്കാം. അപ്പൊ അങ്ങനെ പറയാതെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആർക്ക് എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന അത്രേ ഉള്ളൂ നമ്മളുടെ ആയുസൊക്കെ. നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ പ്രത്യേകമായിട്ടും കാണുന്നുണ്ട്. നമുക്ക് അത്രയും അടുത്ത് സംസാരിച്ചിരുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി എന്ന് അറിയുമ്പോഴൊക്കെ നമ്മൾ ഞെട്ടലോട് കൂടിയാണ് പല വാർത്തകൾ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്നെങ്കിലും വരികയാണെങ്കിൽ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മളുടെ കുടുംബം, അവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതും സമ്പാദിച്ചതും ഒക്കെ. അവർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് അത്തരം കാര്യങ്ങളെ കുറിച്ച് അവരോട് നന്നായിട്ട് സംസാരിക്കും. വീട്ടില് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ധാരണ കൊടുക്കണം. അങ്ങനെ ധാരണ കൊടുക്കുകയും എനിക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, എനിക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് ഇന്ന സ്ഥലത്താണുള്ളത്, ആ അക്കൗണ്ടിൽ എനിക്കിപ്പോ ഇത്ര ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും അതുമായി ബന്ധപ്പെട്ട ഒരു ഫയല് തയ്യാറാക്കി നമ്മൾ വളരെ കൃത്യമായിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ എപ്പോഴും ഒരു ഫയൽ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നത് എപ്പോഴും വളരെ നന്നായിരിക്കും. അത് വളരെ ക്രൂഷ്യലാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു വരുമ്പോഴേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റിൽ നിന്ന് ഒന്ന് ഡൈവേർട്ട് ആയിപ്പോയി, എന്നാലും പറയുകയാണ്. നമ്മൾ പഴയ കാലത്ത് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുള്ള നമ്മളുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ അവരൊക്കെ തന്നെ ഒരു പക്ഷേ ഷെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ ഭദ്രമായിട്ട് കെട്ടിവെച്ചിട്ടുണ്ടാവും. നമുക്കത് അതിനെക്കുറിച്ച് അന്നൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ തപ്പിയെടുക്കാനോ പോയിട്ടുണ്ടാവില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ള ആളുകൾ ധൈര്യമായിട്ട് അത് പുറത്തെടുക്കുക, അത് ഡിമാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കമ്പനികൾ എപ്പോഴും നിലവിലുള്ള കമ്പനികളാണെങ്കിൽ അതിനെപ്പോഴും നല്ല മൂല്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതിന് വേണ്ട ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ അങ്ങനെയുള്ള വിഷയങ്ങൾ സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനും പറ്റാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അവരോട് ആദ്യം പറയേണ്ടത് നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം ഈ സെക്യൂരിറ്റികൾ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഷെയർ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ ഡിമെറ്റീരിയലൈസേഷൻ ഫെസിലിറ്റി ഉള്ള സെക്യൂരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആക്റ്റീവ് ISIN നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഈ ISIN നമ്പർ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സെക്യൂരിറ്റീസിനാണ് ഡിമെറ്റീരിയലൈസേഷൻ ഫെസിലിറ്റി ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ CDSLന്റെയും NSDLന്റെയും വെബ്സൈറ്റിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിനകത്ത് വെബ്സൈറ്റിൽ പോയിട്ട് കമ്പനി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. CDSLന്റെയോ NSDLന്റെയോ വെബ്സൈറ്റിൽ പോയിട്ട് കമ്പനി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ കമ്പനി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ISIN നമ്പറും കമ്പനിയുടെ പേരും അടിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് വരിക. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനി ഡിമെറ്റീരിയലൈസേഷൻ ഫെസിലിറ്റി ഉള്ളതാണോ എന്നുള്ള വിശദാംശങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇപ്പൊ ഡിമെറ്റീരിയലൈസേഷൻ ഫെസിലിറ്റി ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ഡിമാറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലോട്ട് കടക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറെ, നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അവർ സ്റ്റോക്ക് ബ്രോക്കറിന്റെ അടുത്താണ്, അവരുടെ കയ്യിൽ നിന്ന് ഒരു ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം വാങ്ങണം. നമ്മുടെ കയ്യിൽ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നമ്മുടെ ബ്രോക്കറുടെ കയ്യിൽ നിന്ന് ഒരു ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം വാങ്ങി അത് ഫില്ല് ചെയ്തിട്ട് കൃത്യമായി ഒപ്പിട്ട് അത് എല്ലാ തരത്തിലും ഒരു തെറ്റുകളും കൂടാതെ പിഴവുകൾ കൂടാതെ ഫില്ല് ചെയ്തിട്ട് ആ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റുകളും ഈ ഡിമാറ്റ് റിക്വസ്റ്റ് ഫോമും നമ്മളുടെ ബ്രോക്കറുടെ കൈവശം ഏൽപ്പിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് സഹായത്തിനും അവരുടെ സേവനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അവര് ഇതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ എത്ര അവർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്.
അവർക്ക് ഇപ്പോൾ പല കേസുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കേസ് എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഉണ്ട്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നിലധികം വ്യക്തികൾ ചേർന്നിട്ട് എടുത്തിട്ടുള്ള ഷെയറുകളോ സെക്യൂരിറ്റികളോ ആണെങ്കിൽ, അതായത് ജോയിന്റ് ഹോൾഡേഴ്സ് ഉള്ള കേസ് ആണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ എല്ലാവരും ആ ക്രമപ്രകാരം ഒന്നാമത്തെ ജോയിന്റ് ഹോൾഡർ, രണ്ടാമത്തെ ജോയിന്റ് ഹോൾഡർ, മൂന്നാമത്തെ ജോയിന്റ് ഹോൾഡർ, അങ്ങനെ 3 പേരുണ്ടെങ്കിൽ ആ 3 ജോയിന്റ് ഹോൾഡർമാരും ക്രമപ്രകാരം പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 1. 2, ഈ പാറ്റേൺ ഓഫ് ഹോൾഡിംഗ് ഉണ്ടല്ലോ, ഒന്നാമത്തെ പേരെഴുതി ഒപ്പിടേണ്ട സ്ഥാനത്ത് രണ്ടാമത്തെ ആൾ കയറി ഒപ്പിടാൻ പാടില്ല. ഈ രണ്ടാമത്തെ പേര് എഴുതേണ്ട സ്ഥലത്ത് കയറി മൂന്നാമത്തെ ആളും പേരെഴുതി ഒപ്പിടാൻ പാടില്ല. ഇതിന്റെ ഓർഡർ കൃത്യമായിട്ട് പാലിക്കണം. ഫസ്റ്റ് ഹോൾഡർ, സെക്കൻഡ് ഹോൾഡർ, തേർഡ് ഹോൾഡർ അങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള ഓർഡർ കൃത്യമായിട്ട് പാലിച്ചിട്ട് പേരെഴുതി ഒപ്പിടുന്നത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് ആണ് പറയുന്നത്, ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം കൊടുക്കുന്ന സമയത്ത് ഒന്നിലധികം കമ്പനികളുടെ ഷെയറുകളോ സർട്ടിഫിക്കറ്റുകളോ ഉണ്ടെങ്കിൽ അതിന്റെ ഓരോന്നിന്റെയും ISIN നമ്പർ വെച്ച്, ഈ ISIN നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. ലോകത്തില് ഓരോ സെക്യൂരിറ്റിക്കും ഓരോ ISIN നമ്പർ ഉണ്ടായിരിക്കും. ഒരു യുണീക്ക് ആയിട്ടുള്ള നമ്പറാണ്. ആ നമ്പർ എല്ലാവർക്കും, എല്ലാ സെക്യൂരിറ്റീസിനും ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓരോ ISIN നമ്പറും നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഈ സെക്യൂരിറ്റി ലോക്ക്ഡ് ആണോ, മറിച്ച് ഫ്രീ ബാലൻസ് ഉള്ള, ഫ്രീ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രയവിക്രയം നടത്താവുന്നതാണ്. ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്താൽ അതിന്റെ ക്രയവിക്രയം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ള സെക്യൂരിറ്റി ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സെക്യൂരിറ്റി ആണോ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് അത് ഡിമാറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ISIN നമ്പറിനെ കുറിച്ച് ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ISIN നമ്പർ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സെക്യൂരിറ്റീസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെക്യൂരിറ്റീസിനും ഓരോ ISIN നമ്പർ ഉണ്ടായി. ഈ ISIN നമ്പർ ആ സെക്യൂരിറ്റിക്ക് ഒന്നേ കാണും. വേറെ ഒരു അതേ സെയിം ISIN നമ്പറിൽ വേറൊരു സെക്യൂരിറ്റി ലോകത്ത് തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോർമലി ഒരു 12 ക്യാരക്ടേഴ്സ് കൂടി ചേർന്ന, 12 അക്കങ്ങളും അക്ഷരങ്ങളും കൂടി ചേർന്ന ഒരു നമ്പറാണ് ഈ പറയുന്ന ISIN നമ്പർ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ കേസിൽ, ഇന്ത്യയിലൊക്കെ തന്നെ നമുക്ക് NSDL ആണ്, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ് ISIN നമ്പർ അലോട്ട് ചെയ്യാറുള്ളത്. അപ്പൊ NSDL അലോട്ട് ചെയ്ത് വെച്ചിട്ട് CDSL-ന് ഈ ISIN നമ്പർ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. NSDL അലോട്ട് ചെയ്യുന്നേ ഉള്ളൂ. NSDL-ഉം CDSL-ലും ഒക്കെ ഈ സെയിം ISIN നമ്പർ തന്നെയാണ് വരിക. ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു എക്സാമ്പിൾ, ഒരു ISIN നമ്പർ INE005A08020 എന്ന് പറയുന്ന ഒരു ISIN നമ്പർ ആയിരിക്കും. അതിന്റെ ഓരോ ഡിജിറ്റ്സിനും ഓരോ മീനിങ് ഉണ്ട് ശരിക്കും. IN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ മീൻ ചെയ്യുന്നതാണ്, നമ്മുടെ രാജ്യത്തെ മീൻ ചെയ്യുന്നതാണ്. E എന്ന് പറഞ്ഞാൽ കമ്പനി, അതിന്റെ അടുത്ത മൂന്നാമത്തെ അക്ഷരം E എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്. അവിടെ ചിലപ്പോൾ F എന്നാകാം. അപ്പൊ ആ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സിന് ഒരു ISIN നമ്പർ ഉണ്ട്. അപ്പോൾ ഫണ്ടിനാണ് F എന്ന് യൂസ് ചെയ്യാറുള്ളത്. 005A എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഒരു ഐഡന്റിറ്റിയാണ്, ഒരു ഐഡന്റിറ്റി കോഡ് നമ്പറാണ്. ദെൻ 08 എന്ന് പറഞ്ഞാൽ ആ സെക്യൂരിറ്റി, ടൈപ്പ് ഓഫ് സെക്യൂരിറ്റിയുടെ കോഡ് നമ്പറാണ്. 02 എന്ന് പറഞ്ഞാൽ അതിന്റെ സീരിയൽ നമ്പറാണ്. പിന്നെ ഡിജിറ്റ് അത് മാറാം, 0 ആവാം, 1 ആവാം, 2 ആകാം, അതൊക്കെ അതിനനുസരിച്ച് മാറിയേക്കാം. അപ്പൊ ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് യുണീക്ക് ആയിട്ട് ഒരു സെക്യൂരിറ്റിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ISIN നമ്പർ. ഇത് ഉണ്ടെങ്കിലാണ് നമുക്ക് ഡിമാറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇനി അപ്പൊ നമ്മുടെ പഴയ ഷെയർ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോം, ഡിമാറ്റ് റിക്വസ്റ്റ് ഫോമിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഫോം നമുക്ക് സ്റ്റോക്ക് ബ്രോക്കറെ കയ്യിൽ നിന്ന് കിട്ടും. അതിലിങ്ങനെയുള്ള വിശദാംശങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ നമ്മളുടെ സെക്യൂരിറ്റികളുടെ നമ്പർ, ഫോളിയോ നമ്പർ, സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, ഇത്തരം വിശദാംശങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ അതിന്റെ പേരെഴുതി ഒപ്പിട്ട് നമ്മൾ അവിടെ ബ്രോക്കർ വശം കൊടുക്കുക. അപ്പൊ അങ്ങനെ ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നോർമലി പിഴവുകളും തെറ്റുകളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് വരും. അപ്പൊ നമ്മളുടെ ഷെയർ സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ രൂപത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അത് ഇലക്ട്രോണിക് രൂപത്തിൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് വരും. അതോടൊപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മളിൽ പല ആളുകളും മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാറുണ്ട്. അപ്പൊ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുമ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ വാങ്ങാറുണ്ട്. ഏജന്റുമാർ വഴി വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറുടെ, നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് വഴി വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് വാങ്ങാറുണ്ട്. നമ്മുടെ വെബ്സൈറ്റുകളിൽ നിന്നോ ആപ്ലിക്കേഷൻ വഴിയോ ഒക്കെ വാങ്ങാറുണ്ട്. പല രീതിയിലും വാങ്ങാറുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെ വാങ്ങുന്നതിലും ഒരു തെറ്റുമില്ല. അത് നമ്മുടെ സൗകര്യമാണ്, നമുക്ക് താല്പര്യമുള്ള രീതിയിലൊക്കെ വാങ്ങാവുന്നതാണ്. അത് വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. അത് നമ്മൾ ഉള്ളിടത്തോളം സമയം ഒരു പ്രശ്നം അതിനകത്തില്ല.
പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ പറയുന്ന ഏതൊക്കെ ഫണ്ടുകളിലാണ്, ഏതൊക്കെ ടൈപ്പിലാണ് കിടക്കുന്നത്, ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട്സിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു പക്ഷേ നമ്മളുടെ ലീഗൽ ഹെയേഴ്സിന്, നിയമപരമായിട്ട് നമ്മുടെ അവകാശികൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ നോമിനിമാർക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ അത്തരം രീതികൾ നമ്മൾ ഫോളോ ചെയ്താൽ ഉണ്ടായേക്കാം. അത് നമ്മൾ ഓർക്കണം എപ്പോഴും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ICICIയുടെ മ്യൂച്വൽ ഫണ്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്, ബിർളയുടെ മ്യൂച്വൽ ഫണ്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്, HDFCയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതേപോലെ SBIയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇങ്ങനെ പല പല മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളിലായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ കിടക്കുക. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു വ്യൂ കിട്ടാൻ നമുക്ക് എന്തോ ഒരു പ്രയാസം ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു മൊത്തത്തിൽ വ്യൂ കിട്ടാൻ നമുക്കൊരു പ്രയാസം ഉണ്ടായി. ശരിക്കും അതിനകത്ത് യാതൊരു ടെൻഷനും അടിക്കേണ്ട. ശരിക്കും ക്യാംസ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്, പറഞ്ഞാറുണ്ട്. മ്യൂച്വൽ ഫണ്ട് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ഒരു മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റാണ് ക്യാംസും കാർവിയും. ഈ ക്യാംസിന്റെയും കാർവിയുടെയും പോർട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ, അവിടെ ആപ്ലിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ്, അവരുടെ കീഴിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഒറ്റ അടിക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിലും നമുക്കത് കാണാൻ പറ്റും. കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് മാസ അവസാനം എല്ലാ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന്റെ ക്ലബ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് സം ടോട്ടൽ, ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് ഷെയർ ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് ഗോൾഡിന്റെ യൂണിറ്റ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ഇൻവെസ്റ്റ്മെന്റിന്റെയും ഡീറ്റെയിൽസ് ക്ലബ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാസ അവസാനം നമ്മളുടെ മെയിലിൽ വരാറുണ്ട്. അത് ചെക്ക് ചെയ്താലൊക്കെ നമുക്ക് ഈ കൺസോളിഡേറ്റഡ് വ്യൂ കിട്ടും. ഒക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു അത്യാവശ്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് പല ഭാഗങ്ങളിലായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളുടെ ലീഗൽ ഹെയേഴ്സ് ഓരോരോ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളെയും അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. എന്ന് പറഞ്ഞാൽ അവര് ചെയ്യേണ്ട, ഈ ക്ലാസിന്റെ അവസാനം ഞാൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സുകൾ ഡിമാറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടി ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഇവർ പോയാൽ മതിയാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിനകത്ത് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സെക്യൂരിറ്റീസ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എല്ലാം ഒരു സ്ഥലത്ത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് പറയാം എന്റെ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഈ പറയുന്ന ഡിമാറ്റ് അക്കൗണ്ടിലാണുള്ളത്. ആ ഡിമാറ്റ് അക്കൗണ്ടിൽ എന്റെ ഡീറ്റെയിൽസ് ഇതാണ്. നിങ്ങൾ അവിടെ പോയി വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഒറ്റ വാക്ക് മതി. അവർക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ആ ഒരു ലീഗൽ ഹെയേഴ്സിന്, നോമിനിക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാൻ ഒരു പ്രയാസവും വരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിമാറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളും ഇപ്പോ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സുകൾ ഡിമാറ്റ് ചെയ്യുന്ന ഫെസിലിറ്റി നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ മ്യൂച്വൽ ഫണ്ട് സ്കീം വരുമ്പോഴും ഈ ഡിമാറ്റ് ചെയ്യാവുന്ന സംവിധാനം ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചില പ്രയാസങ്ങളുണ്ട്. ഡിമാറ്റ് ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ പോലെയുള്ള കാര്യങ്ങൾ ഈ ഡിമാറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ചെയ്യുന്നതിനുള്ള പ്രയാസം ഉണ്ട്. പിന്നെ ഡിമാറ്റ് ചെയ്തു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ തരുന്ന ചില ഫെസിലിറ്റീസ് ഉണ്ട്, സ്വിച്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെ, അതൊന്നും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി പിന്നെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് എന്നുള്ള കാര്യമാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രയാസം. പക്ഷെ നമ്മളുടെ ഒരു സേഫ്റ്റി സൈഡിൽ നമുക്കൊരു കൺസോളിഡേറ്റഡ് വ്യൂ കിട്ടാനും നമ്മളുടെ ലീഗൽ ഹെയേഴ്സിന് വളരെ ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഡിമാറ്റ് ചെയ്തതിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്രോസും കോൺസും ഉണ്ട്, അത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ദെൻ എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്കും ISIN നമ്പർ ഉണ്ടായിരിക്കും. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സുകൾക്ക് ISIN നമ്പർ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരണമെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യണം, ഒരു ഡിമാറ്റ് ഇൻവെസ്റ്റർ ചെയ്യേണ്ട കാര്യം ഒരു കൺവേർഷൻ റിക്വസ്റ്റ് ഫോം ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു കൺവേർഷൻ റിക്വസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ രൂപത്തിലുള്ള നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ഇലക്ട്രോണിക് രൂപത്തിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് ഒരു കൺവേർഷൻ റിക്വസ്റ്റ് ഫോം കളക്ട് ചെയ്ത് അത് എഴുതി അതിന്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ഇലക്ട്രോണിക് രൂപത്തിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് ഈ ഒരു ഫോമാണ്, നമ്മൾ യൂസ് ചെയ്യുക. ഫോം നമ്പർ 2 ആണ്. അതൊക്കെ നമ്മുടെ ബ്രോക്കറുടെ കയ്യിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ്സ്, ഫിസിക്കൽ രൂപത്തിലുള്ള യൂണിറ്റ്സ് ഇലക്ട്രോണിക് രൂപത്തിലോട്ട് മാറ്റാവുന്നതാണ്. അതിന് യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ളത് ഓർക്കുക. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിമാറ്റീരിയലൈസേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് റിജക്ട് ചെയ്തു പോകാനുള്ള കാരണം, ചിലപ്പോൾ തള്ളിപ്പോകാനുള്ള കാരണം. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. ഇങ്ങനെ കേസിൽ നമ്മൾ ഡിമാറ്റ് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ
റിജക്ട് ചെയ്ത് പോകപ്പെടാനുള്ള കാരണങ്ങൾ: ഒന്ന്, നമ്മളുടെ പേര് തെറ്റി എഴുതിയാൽ പ്രശ്നമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് റിജക്ഷൻ ഉറപ്പാണ്. നമ്മളുടെ സർട്ടിഫിക്കറ്റിലുള്ള ഡീറ്റെയിൽസും നമ്മളിപ്പോൾ എഴുതി കൊടുക്കുന്ന ഡീറ്റെയിൽസും മിസ്മാച്ച് ഉണ്ടെങ്കിലും ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം തെറ്റും, ഡിമാറ്റ് റിക്വസ്റ്റ് തള്ളിപ്പോകും. ISIN നമ്പർ തെറ്റായി കൊടുത്താൽ ഡിമാറ്റ് റിക്വസ്റ്റ് തെറ്റിപ്പോകും. പിന്നെ ട്രാൻസ്മിഷൻ ഫോമോ ഡെത്ത് സർട്ടിഫിക്കറ്റോ, ഈ മരണശേഷമുള്ള കാര്യങ്ങൾ, അതിന്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു വ്യക്തിയുടെ പേരിൽ നിന്ന് വേറൊരു വ്യക്തിയുടെ പേരിലോട്ട് അത് മാറ്റുന്ന ഒരു പ്രക്രിയ. അപ്പൊ അതായത് അച്ഛന്റെ പേരുള്ള ഷെയറുകളൊക്കെ തന്നെ മകന്റെ പേരിലോട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ പേരിലോട്ടോ മാറ്റുന്ന സമയത്ത്, അച്ഛൻ മരണപ്പെട്ടു പോയി ഭാര്യയുടെ പേരിലോട്ട് മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പ്രോപ്പർലി സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, സിഗ്നേച്ചർ മിസ്മാച്ച് വന്നാൽ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒപ്പിടുമ്പോൾ പരമാവധി നിങ്ങളുടെ ഒപ്പ് യൂണീക്കായി ഇടാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ ഈ ഒപ്പ് കാലങ്ങളോളം കൂടുമ്പോഴും നമ്മളുടെ ഒപ്പിലൊക്കെ ചെറിയ ഭേദഗതികളൊക്കെ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാലും വലിയ വ്യത്യാസങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാം. ബാങ്കിൽ ചെക്കിന്റെ കാര്യത്തിൽ തന്നെ പ്രയാസം വരാറുണ്ട്. ഇതേപോലെ ഇവിടുത്തെ കേസിലും ഉണ്ട്. നമ്മുടെ സിഗ്നേച്ചർ മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഫോം തള്ളി പോകാനുള്ള കാര്യം സാധ്യതയുണ്ട് എന്നുള്ളത് ഓർക്കുക. പിന്നെ ഈ ഷെയർ സർട്ടിഫിക്കറ്റുകൾ, നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്നത് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ കമ്പനിയുടെ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റിന്റെ അടുത്തുനിന്നാണ് ഈ വിശദാംശങ്ങൾ. അപ്പൊ അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ RTA ഭാഗത്തുനിന്ന് അവർക്ക് ഈ ഡിമാറ്റ് സർവീസ് കൊടുക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇത് റിജക്ട് ചെയ്തു പോകാനുള്ള സാധ്യത ഉണ്ട്. ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ കയ്യിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിലുള്ള എണ്ണവും ചിലപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷന്റെ ഭാഗമായിട്ടോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ വന്നിട്ടുണ്ടാവും, സ്പ്ലിറ്റ് വന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്പ്ലിറ്റിന്റെ കാര്യത്തിലും ഒക്കെയുള്ള വിഷയങ്ങൾ. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡിമാറ്റ് റിക്വസ്റ്റ് ഫോമിൽ തെറ്റായിട്ട് ക്വാണ്ടിറ്റി എഴുതി കൊടുത്താൽ ഇത് തള്ളിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഷെയറുകളുടെ കേസിൽ കോടതി ഇടപെടലുണ്ടെങ്കിൽ, കോടതിയുടെ ഇൻജങ്ഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളുടെ ഏതെങ്കിലും പേയ്മെന്റ് കൃത്യമായിട്ട് നമ്മൾ അടയ്ക്കാത്ത, ഷെയറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കോൾ മണി നമ്മൾ അടയ്ക്കാത്ത ഉണ്ടെങ്കിൽ അത് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മളുടെ സർട്ടിഫിക്കറ്റ് ആദ്യം നഷ്ടപ്പെട്ടു പോയി, നമ്മൾ പരസ്യം ചെയ്തിട്ട് പിന്നെ നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടി, ആ പഴയ ഷെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് നമ്മളിപ്പോ ഡിമാറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റുകൾ ചിലപ്പോ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച കേസുകളൊക്കെ ഉണ്ടാവും. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് മിസ്പ്ലേസ് ചെയ്ത് പോയാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് കമ്പനിയിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ കമ്പനി പരസ്യപ്പെടുത്തിയ ശേഷം ആ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടാവും. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല. അപ്പൊ അത്തരത്തിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത കേസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്താലൊക്കെ തന്നെ ഇത് ഡിമാറ്റ് റിക്വസ്റ്റ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ അത് തള്ളിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അങ്ങനെ പല തരത്തിലുള്ള വ്യത്യസ്ത കാരണങ്ങളാൽ നമ്മളുടെ ഡിമാറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് തള്ളിപ്പോയേക്കാം എന്നുള്ളത് ഓർക്കുക. അപ്പൊ പരമാവധി തെറ്റുകൾ കൂടാതെ അത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡിമാറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടും. അപ്പൊ അത് ആണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത പോയിന്റ് ട്രാൻസ്പോസിഷനെ കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ്പോസിഷൻ എന്ന് പറഞ്ഞാല് എന്ന് പറയുന്ന ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. ഈ ട്രാൻസ്പോസിഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാല്, ഈ ജോയിന്റ് ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, ഭാര്യയും ഭർത്താവും ഡിമാറ്റ് അക്കൗണ്ട് ജോയിന്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന കേസുകളൊക്കെ. അപ്പോ ചിലപ്പോ കേസുകളിൽ നമുക്ക് ഈ ഓർഡർ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പേരിന്റെ ഓർഡറുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ട്രാൻസ്പോസിഷൻ ഫോമാണ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ ആദ്യം ഭാര്യയുടെ പേര്, അത് കഴിഞ്ഞ ഭർത്താവിന്റെ പേര്, കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇവർ വിചാരിക്കുകയാണ് ആദ്യം ഭർത്താവിന്റെ പേരായിട്ട് മാറ്റണം, പിന്നെ ഭാര്യയുടെ പേരായിട്ട് മാറ്റണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോസിഷൻ ഫോമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഓർഡർ ഓഫ് നെയിംസ് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജോയിന്റ് ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ട്രാൻസ്പോസിഷൻ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോ ഫിസിക്കൽ ഈ ജോയിന്റ് ഷെയർ ഹോൾഡേഴ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റിലുള്ള പേരുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് വേണ്ടിയത് ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് ആ ഓർഡർ അനുസരിച്ച് തന്നെ വേണം അതിനകത്ത് പേര് എഴുതി ഒപ്പിടാനൊക്കെ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ഒരു ഫോം ഉണ്ട്, ഫോം നമ്പർ 31 ആണുള്ളത്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. പേരുകൾ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇനി അടുത്തായിട്ട് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. റീമെറ്റീരിയലൈസേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ആളുകൾക്ക്
വളരെ താല്പര്യം ഉണ്ടായിരിക്കും. ഡിമാറ്റ് അക്കൗണ്ട് ഈ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് ഫിസിക്കൽ രൂപത്തിലോട്ട് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു മാർഗം റീമെറ്റീരിയലൈസേഷൻ ആണ്. പക്ഷെ അവർ പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ട് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ പ്രോസസ്സ് എളുപ്പമാവില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഒരാൾക്ക് ഫിസിക്കൽ രൂപത്തിൽ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അതിനുള്ള ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് റീമെറ്റീരിയലൈസേഷൻ എന്നാണ്. നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ ഷെയറുകൾ നമുക്ക് എന്ത് ചെയ്യാം, റീമാറ്റ് റിക്വസ്റ്റ് ഫോം RRF ഫോം ആണ് നമ്മൾ ഇതിനുവേണ്ടി സബ്മിറ്റ് ചെയ്യുക. RRF ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഹോൾഡേഴ്സും ISIN നമ്പറും നമ്മളുടെ സെക്യൂരിറ്റിയുടെ ക്വാണ്ടിറ്റി നമ്പറും ഒക്കെ വെച്ചിട്ട് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റീമാറ്റ് ചെയ്യാൻ, പഴയ രൂപത്തിലോട്ട് ഫിസിക്കൽ രൂപത്തിലോട്ട് ഷെയറുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഫിസിക്കൽ രൂപത്തിലോട്ട് മാറ്റണമെങ്കിലും നമുക്ക് മാറ്റാവുന്നതാണ്. അതിനും ഉള്ള സംവിധാനം നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയും. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു കാര്യം ട്രാൻസ്മിഷനാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇതാണ് നോമിനേഷന്റെ ഒക്കെ പ്രാധാന്യം കൃത്യമായിട്ട് നമ്മൾ ഓർക്കുക എന്ന് പറയുന്ന. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിന് നിങ്ങൾ നോമിനേഷൻ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് നോമിനീസിനെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിന് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെ പറയണം. കാരണം ഉണ്ട്. പഴയ കാലത്തെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആൾക്കാർ ഈ ബ്രാഞ്ച് ഓഫീസുകളിലൊക്കെ, ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുടെ ബ്രാഞ്ച് ഓഫീസുകളിൽ പോയി ഒരു ബുക്ക്ലെറ്റിൽ കുറെ ഡീറ്റെയിൽസ് എഴുതി കുറെ ഒപ്പുകളൊക്കെ നമ്മൾ ഫിസിക്കലി കൈകൊണ്ട് ഇട്ടുകൊടുത്ത് ഒക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആൾക്കാരൊക്കെ മിക്കവാറും നോമിനേഷൻ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അവര് കൂടുതലായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ കാലത്ത് പുതിയ ടെക്നോളജി വന്നപ്പോൾ, എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി വന്നപ്പോൾ, ഇപ്പൊ ഒരുപാട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ സംവിധാനങ്ങൾ വഴി, പോർട്ടൽ വഴി, ആപ്ലിക്കേഷൻ വഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് സൗകര്യപ്രദമാണ്, നമുക്ക് ചാർജസ് കുറവാണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോമിനേഷൻ ആഡ് ചെയ്യുന്ന കാര്യം നമ്മൾ വിട്ടുപോകും. പലപ്പോഴും ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് നമ്മളെ അതിനുവേണ്ടി ഇൻസിസ്റ്റ് ചെയ്യുന്നുമില്ല. നമുക്ക് നോമിനേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബാക്കിയെല്ലാം നമ്മൾ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫിസിക്കലി ഇതിന്റെ ഫോം ഈ പറയുന്ന സെറോദയുടെയോ അപ്സ്റ്റോക്സിന്റെയോ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ നോമിനേഷൻ ഇൻസ്ട്രക്ഷൻ നമ്മൾ ആ ഫോർത്തിൽ ഫില്ല് ചെയ്തിട്ട് അത് ഹാർഡ് കോപ്പി ഇവരുടെ ഓഫീസിലോട്ട് അയച്ചു കൊടുത്ത് ആ നോമിനേഷൻ ആഡ് ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യില്ല. ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. അത് കൃത്യമായിട്ട് നോമിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അവകാശികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പക്ഷേ നമ്മളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ബന്ധുക്കളോ ഒക്കെ തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങളൊക്കെ ഇതൊക്കെ ഓരോരോ ആളുകളുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ്. പല കേസുകളായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ട് എന്താണ് ചെയ്യുക എന്നറിയാതെ ആകെ ഇത് ആർക്കും അനുഭവിക്കാൻ യോഗം ഇല്ലാണ്ട് കുറെ കാലം അവിടെയും ഇവിടെയും പെട്ട് കിടക്കും. ഈ കമ്പനിയുടെ ഷെയറിന്റെ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഷെയറിന്റെ ഡീറ്റെയിൽസും പിടിച്ചുകൊണ്ട് ഷെയറിന്റെ വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ കയറുന്നുണ്ടാവും. ഇത് വിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഈ കഷ്ടപ്പെടുന്ന ഇവരുടെ അർഹതപ്പെട്ട അനന്തരാവകാശികൾക്ക് അവരുടെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നതാണ്. കാരണം ഇവരുള്ള കാലത്ത്, ഇത് ചെയ്തിരുന്ന ആളുള്ള കാലത്ത് അവരെയൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും, നന്നായിട്ട് അവരെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടാവും, അവർക്ക് വേണ്ടി നടത്തിയ ഇൻവെസ്റ്റ്മെന്റ്സും ആയിരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ലീഗലി ഇയാൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം വിട്ടുപോയതുകൊണ്ട് മാത്രം, നോമിനേഷൻ ആഡ് ചെയ്യാത്തതിന്റെ പ്രയാസം കൊണ്ട് മാത്രം പല തോതിലുള്ള പ്രയാസങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലശേഷം ഇവരുടെ അനന്തരാവകാശികൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പ്രയാസം കൂടെ വന്നിട്ടുണ്ട്. ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ ശേഷം മിക്കവാറും എല്ലാ ഓഫീസുകളും ക്ലോസ് ഡൗൺ ആണ്, ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കേസുകളിൽ ഈ നോമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും അവിടെ സ്വീകരിക്കപ്പെടുന്നില്ല. പല ഓഫീസുകളും തുറക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ സ്വീകരിക്കപ്പെടുന്നുമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോമിനേഷൻ ഫോം എപ്പോഴാണോ ഇത്തരത്തിലുള്ള കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ കഴിയുന്നത് ആ സമയത്ത് നമ്മൾ നോമിനേഷൻ ഫില്ല് ചെയ്യാത്ത ആൾക്കാർ നോമിനേഷൻ ഫോം ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് അത് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം.
അപ്പൊ അങ്ങനെ ഉറപ്പ് വരുത്തിയേ കഴിഞ്ഞാൽ നമ്മളുടെ ഷെയറിന്റെയും ഡീറ്റെയിൽസും ഇത്തരത്തിലുള്ള ഡിമാറ്റിലുള്ള സെക്യൂരിറ്റീസിന്റെ എല്ലാം ട്രാൻസ്മിഷൻ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നടത്താനായിട്ട് പറ്റും. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ഒരു വ്യക്തിയുടെ പേരിലുള്ള ഷെയറുകൾ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർസ്, നിയമപരമായിട്ടുള്ള അനന്തരാവകാശികൾക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ എന്നുള്ള പറയുന്ന കാര്യം. അപ്പോ ഒരു വ്യക്തി മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ ലീഗൽ ഹെയർസ്, നിയമപരമായിട്ടുള്ള അനന്തരാവകാശികൾ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അവർ ചെയ്യേണ്ട ഒരു കാര്യം, നോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്, നോട്ടറി പബ്ലിക് സൈൻ ചെയ്തിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം നോട്ടറൈസ്ഡ് ആയിട്ടുള്ള സക്സഷൻ സർട്ടിഫിക്കറ്റ്. സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തി ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് അദ്ദേഹം ആർജിച്ചെടുത്തിട്ടുള്ള സ്വത്തിന്റെ കാര്യങ്ങൾ എന്നുള്ള കാണിക്കുന്ന ഒരു രേഖ. ദെൻ നോട്ടറൈസ്ഡ് കോപ്പി ഓഫ് ദ പ്രൊബേറ്റ് ഓർ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. വിൽപത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം, അതിനെക്കുറിച്ചുള്ള നോട്ടറൈസ് ചെയ്തിട്ടുള്ള രേഖ. അപ്പൊ ഈ രേഖകളൊക്കെയാണ് നമ്മൾ നോർമലി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ചിലപ്പോ നിയമപരമായിട്ടുള്ള ഒരു പ്രക്രിയ മൂലം അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിയമം പറയുന്ന അനുശാസിക്കുന്ന രീതിയിലും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രാൻസ്മിഷൻ ഇങ്ങനെയൊക്കെയാണ് നടക്കാറ്. ഇപ്പൊ ജോയിന്റ് ഹോൾഡർമാരുള്ള ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ മൂന്ന് ആളുകൾ ചേർന്നിട്ടുള്ള ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ ഒന്നാമത്തെ ആള് മരണപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള് ഒന്നാമത്തെ ആളുടെ പൊസിഷനിലോട്ടും മൂന്നാമത്തെ ആള് രണ്ടാമത്തെ ആളുടെ പൊസിഷനിലോട്ടും വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ അക്കൗണ്ട് അതുപോലെ നമുക്ക് പുതിയ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അവിടെ പിന്നെ നോമിനേഷന്റെ ഇഷ്യൂ വരില്ല. കാരണം നോമിനേഷൻ കൊടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ജോയിന്റ് അക്കൗണ്ടിൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അത് പുതിയ ഒരു സംവിധാനത്തിലായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിലാണ് വരിക. ഇനി ഒരു ഇൻഡിവിജ്വലിന്റെ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോമിനേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോമിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്, നമ്മൾ ഫിസിക്കലി അത് കൊടുക്കേണ്ടി വരും. എത്ര ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇലക്ട്രോണിക്കലി നോമിനേഷൻ മിക്കവാറും സ്ഥാപനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോമിനേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് ആ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം, നോമിനേഷൻ നമ്മൾ കൊടുക്കാത്ത പക്ഷം ലീഗൽ ഹയേഴ്സിലേക്ക് പോകും. ലീഗൽ ഹയേഴ്സ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള അവകാശികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലോട്ടായിരിക്കും നമ്മളുടെ ഷെയറുകളുടെ കൈമാറ്റത്തെ കുറിച്ച് പിന്നീട് വരുന്ന കാര്യം. അത് പലപ്പോഴും നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ നിയമപരമായിട്ടുള്ള അവകാശികളാണ്. ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാഷ് ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നമുക്കറിയാം സ്വത്ത് തർക്കങ്ങൾ ഭയങ്കര കൂടുതലാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇവരിൽ ഒരാൾ വിചാരിച്ചാൽ മതി, ഇത് ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ വേണമെങ്കിൽ വലിച്ചു നീട്ടി കോടതിയിൽ കൊണ്ടുപോയി സംഭവത്ത് അങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അതായത് മക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മക്കൾ 2-3 മക്കളുടെ വിചാരിക്കുക, നോമിനേഷൻ കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് വെക്കുക. മക്കൾ വേണമെങ്കിൽ തമ്മിൽ തല്ലായി വിചാരിക്കുക, ഈ സ്വത്തിന്റെ മുകളിൽ ഷെയറിന്റെ മുകളിൽ തമ്മിൽ തല്ലായി നിൽക്കുക. ഇതിൽ ഒരാൾക്ക് ഇത്ര കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് ഇത്ര കൊടുത്തു, മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു, അതിൽ ഏതെങ്കിലും ആൾക്ക് തൃപ്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ കൊണ്ടുപോയി കോടതി കൊണ്ടുപോയി ഒരു കേസ് കൊണ്ടുപോയി കൊടുത്താൽ ഇതിന്റെ കൈമാറ്റം പ്രയാസമായിരിക്കും. അപ്പൊ നോമിനേഷൻ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് നോമിനിക്ക് ഇത്ര ഷെയറുകൾ, ഇന്ന കമ്പനിയുടെ ഇത്ര ഷെയറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ബില്ലിൽ എഴുതി വെക്കാം. അല്ലാത്ത കേസുകളിൽ നമുക്ക് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ നോമിനി കോളത്തിൽ ആർക്ക് ആണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ നോമിനിക്ക് ആയിരിക്കും അത് കൈമാറ്റം ചെയ്ത് കിട്ടുക. അപ്പോൾ വളരെ ഈസിയാണ്, അതിന്റെ പ്രക്രിയ വളരെ ഈസി ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് നോമിനേഷൻ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ലീഗൽ ഹെയർസിന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂ, നോമിനേഷൻ ഇല്ലെങ്കിൽ ലീഗൽ ഹെയർസിലോട്ടാ പോവുക. ലീഗൽ ഹെയർസിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആരാണെങ്കിലും തന്നെ ഇവർ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളുടെ കാലശേഷമാണെങ്കിൽ ഇവർ അപ്രോച്ച് ചെയ്യേണ്ടത് ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, നമ്മളുടെ ബ്രോക്കറിനെയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോ ഈ നമ്മളിപ്പോ ഓൺലൈനൊക്കെ പലരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ ഇരുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മുടെ നോമിനിക്ക് ഒന്നും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാവില്ല. അത് അവരെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ ആളുകളും ഏൽക്കണം, ശ്രദ്ധിക്കണം. കാരണം വീടുകളിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. ഭാര്യയോടോ മക്കളോടോ ഒക്കെ നമ്മളുടെ കാര്യങ്ങൾ പറയണം. എപ്പോഴും നമ്മൾ ഈ ഷെയർ ഒക്കെ ചെയ്യുന്നുള്ള വിവരങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവരോട് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫയൽ സൂക്ഷിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം.
കാരണം ഇത് അങ്ങനെ ഇന്ന സ്ഥലത്ത് അക്കൗണ്ട് ഉണ്ട് എന്നുള്ളൊരു വിവരം അവർക്കില്ലെങ്കിൽ ഇത് ആര് ശ്രദ്ധിക്കാനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആരെങ്കിലും ഇത് ആക്സസ് ചെയ്യോ? ഇല്ല, അറിയാൻ പറ്റില്ല. നമ്മൾ പണ്ട് ഫിസിക്കൽ ആസ്തികൾ വാങ്ങിയിടുന്ന പോലെയല്ല. നമുക്ക് നമ്മുടെ ചുറ്റുഭാഗത്തും കുറെ പറമ്പുണ്ട്, പിന്നെ ബാങ്കിൽ കുറെ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾക്ക് ഒരു പക്ഷേ പല രീതിയിലൂടെ നമ്മൾ പറയും. പിന്നെ ബാങ്കിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, നമ്മൾ അവിടെ പോയി നോക്കും, നമ്മളെ ഫിസിക്കൽ പറമ്പിൽ പോയി നോക്കുന്നതും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. ആളുടെ സ്ഥലം ഇവിടെ ഉണ്ട്, ആളുടെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഒക്കെ. അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ആണെങ്കിൽ ബാങ്കിലെ സ്റ്റാഫ് ഒക്കെ ചിലപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇൻഷുറൻസിന്റെ കേസിലാണെങ്കിലും ഇൻഷുറൻസ് ഏജന്റുമാർ നമ്മുടെ വീട്ടിൽ വന്ന് പറയും, എന്താണ് ആൾ എന്റെ അടുത്ത് ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഷെയറിന്റെ കാര്യത്തില് ആര് നമ്മുടെ അടുത്ത് വന്ന് പറയാനാണ്? നമുക്ക് ഒരു പോവാനായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഓഫീസുകൾ പോലും ഇല്ല. നമ്മൾ പലതും ഇപ്പോൾ ഓൺലൈനല്ലേ കയറി ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ വിളിച്ചു പറയുമോ നമ്മൾ ജീവനോടെ ഉണ്ടെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നവരില്ല. നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു പോകും. നമ്മുടെ അക്കൗണ്ട് അങ്ങനെ ഡോർമെന്റ് ആയി കിടക്കുകയാണെങ്കിൽ കുറെ കാലം അവിടെ കിടക്കും. അവരാരും ഇങ്ങോട്ട് വിളിക്കാൻ പോകുന്നില്ല. എന്താ സാർ ചെയ്യാത്തത്, സാറിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ട്രാൻസാക്ഷൻ ഒന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ വിളിക്കണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം കുറെ കാലം ചെയ്തില്ലെങ്കിൽ പോലും ഒരു കോൺടാക്ട് പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ റൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്മിഷന്റെ പർപ്പസ് എപ്പോഴും മൈൻഡിൽ വേണം. കാരണം നമ്മളുടെ ആയുസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ പറയാം. അത് കൃത്യമായിട്ട് എല്ലാവരുടെ അടുത്തും നമ്മൾ സംസാരിക്കും. നമ്മളുടെ വേണ്ടപ്പെട്ട ആളുടെ അടുത്ത് നമ്മൾ ഒരു ധാരണ കൊടുക്കും, ഇതാണ് വേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവർ ചെയ്യേണ്ട കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ കാലശേഷം ചെയ്യേണ്ടത് ഈ പറയുന്ന ബ്രോക്കിംഗ് ഹൗസിനെ, ബ്രോക്കറെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവരുടെ സെക്യൂരിറ്റി ഇവരുടെ പേരിലോട്ട് മാറി കിട്ടണമെങ്കിൽ അവർ അങ്ങനെയാണ് ചെയ്യേണ്ടി വരിക. ഫിസിക്കൽ ഫോമിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെയാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണെങ്കിൽ, ഫിസിക്കൽ ഫോമിലാണ് ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രയാസമാണ്. ഓരോരോ കമ്പനികളെയായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഓരോരോ കമ്പനികളുടെ RTA-മാരെയും രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റുമാരെയും ഈ വ്യക്തിയുടെ ആകസ്മികമായിട്ടുള്ള മരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റുകളും അതിന്റെ രേഖകളുമായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ള പ്രയാസം വരും. ഡിമാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗകര്യം അതാണ്, ഒറ്റ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഡിമാറ്റഡ് ആയിട്ടുള്ളതിനൊക്കെ ഒറ്റ രേഖ മതി. ഇല്ലെങ്കിൽ ഫിസിക്കൽ രൂപത്തിലാണെങ്കിൽ ഓരോ കമ്പനിയിലോട്ടും സെപ്പറേറ്റ് പോകേണ്ടി വരും. അതിപ്പോ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ശരി, ഷെയർ ആണെങ്കിലും ശരി. ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഡിമാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഡിമാറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് AMC-കളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ രേഖകൾ കൊടുത്ത് ആ യൂണിറ്റുകൾ ഈ പറയുന്ന അനന്തരാവകാശികളുടെ അടുത്തേക്ക് മാറ്റേണ്ട ഒരു പ്രയാസം വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഡിമാറ്റ് ചെയ്യേണ്ടത് ആവശ്യകത പറയുന്നത്. ഇനി ഏതൊക്കെ രേഖകളാണ് പ്രധാനമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ജോയിന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ കേസിൽ ഒരു വ്യക്തിയുടെ മരണശേഷം ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, നോട്ടറി പബ്ലിക് ഒപ്പിട്ടിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. അത് അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്താലും മതി. സർവൈവിംഗ് ആയിട്ടുള്ള ജോയിന്റ് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, ഒന്നാമത്തെ ഹോൾഡർ മരണപ്പെട്ടു പോയി 2-3 ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്നാമത് കൊടുക്കേണ്ട രേഖ അതാണ്. ഇനി ഇവർക്ക് സെപ്പറേറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ജോയിന്റ് ഹോൾഡേഴ്സിന് വേറെ സെപ്പറേറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ, ഇപ്പൊ 2 വ്യക്തികൾ ചേർന്നൊരു ഡിമാറ്റ് അക്കൗണ്ട് ആയി, ഭാര്യയും ഭർത്താവും ചേർന്നിട്ട്, ഭർത്താവ് മരണപ്പെട്ടു പോയി, ഭാര്യയ്ക്ക് സെപ്പറേറ്റ് വേറെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിന്റെ ഒരു ക്ലയന്റ് മാസ്റ്റർ റിപ്പോർട്ട് എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ശരിയായ രീതി. ഇനി നോമിനി ചെയ്യേണ്ട കാര്യം ആണ് ഇനി പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ടിന്റെ കേസിൽ നോമിനി ചെയ്യേണ്ട കാര്യം, ഡെത്ത് സർട്ടിഫിക്കറ്റ് നോട്ടറിയുടെ ഭാഗത്തുനിന്ന് ഒപ്പിട്ട് വാങ്ങുക. അതിനുശേഷം ഈ നോമിനിക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ഒരു ക്ലയന്റ് മാസ്റ്റർ റിപ്പോർട്ടും കൂടെ ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി വേറെ ചില അഡീഷണൽ ഡോക്യുമെന്റ്സ് കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിന്റെ കേസിലാണ്. ലീഗൽ ഹെയേഴ്സ് ആണെങ്കിൽ, ലീഗൽ ഹെയേഴ്സ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള അവകാശികളാണ്, ഇതിനു വേണ്ടി രേഖകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നോമിനേഷന്റെ പ്രശ്നം, നോമിനേഷൻ കൊടുക്കാത്ത സിറ്റുവേഷൻ ആണ് വരുന്നത്. അപ്പോഴാണ് ലീഗൽ ഹെയേഴ്സിന്റെ ഇഷ്യൂ വരുന്നത്. വാല്യൂ ഓഫ് ഹോൾഡിംഗ്, അതായത് ഈ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള വാല്യൂ ഓഫ് ഹോൾഡിംഗ് ലെസ് ദാൻ 5 lakh ആണെങ്കിൽ, 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ കൊടുക്കേണ്ട ഡോക്യുമെന്റുകളും 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾക്കും വ്യത്യാസം. 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ കൊടുക്കേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ അതിന് ഇൻഡെംനിറ്റി ക്ലോസ് ഉള്ള ഇത് കൊടുക്കേണ്ടി വരും. അഫിഡവിറ്റ്
അതിന്റെ ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ടി വരും. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഫാമിലി സെറ്റിൽമെന്റ് ഡീഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഫാമിലിയിലെ എല്ലാ അംഗങ്ങളും ചേർന്നിട്ട്, ലീഗൽ ഹെയർസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒപ്പിട്ട ഒരു രേഖ, അതാണ് ഫാമിലി സെറ്റിൽമെന്റ് ഡീഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു രേഖ ആണ് ലീഗൽ ഹെയർസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി 5 ലക്ഷം രൂപയുടെ മുകളിലാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റും സക്സഷൻ സർട്ടിഫിക്കറ്റിനും പുറമെ വില്ലിന്റെ അല്ലെങ്കിൽ വിൽപത്രത്തിന്റെ ഇതും കൂടെ നമ്മൾ വിൽപത്രം കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട്, നോട്ടറൈസ്ഡ് ആയിട്ടുള്ള വിൽപത്രം കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിന്റെ കേസിൽ. ജോയിന്റ് അക്കൗണ്ട്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സർവൈവിംഗ് ഹോൾഡേഴ്സിന് പഴയ ജോയിന്റ് അക്കൗണ്ട് ഇനി അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവർ ചെയ്യേണ്ട കാര്യം ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. അതിലിപ്പോ ഒന്നാമത്തെ വ്യക്തി 2-3 ആളുകൾ ചേർന്നിട്ടാണ് പുതിയ അക്കൗണ്ടെങ്കിൽ 2-3 കൂടെ ചേർന്നിട്ട് പുതിയ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനു വേണ്ടി അത് ട്രാൻസ്മിഷൻ ഫോം ഇവര് സബ്മിറ്റ് ചെയ്യണം. ഇനി അത് അതേ ഡി പിയുടെ കീഴിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ, നമ്മളൊരു വേറെ ഡി പിയുടെ അടുത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആ ഡി പിയുടെ ക്ലയന്റ് മാസ്റ്റർ റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അതോടൊപ്പം അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ കൊടുത്ത് അത് ട്രാൻസ്മിഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ഷെയറുകളുടെ കൈമാറ്റം വളരെ അനായാസമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് വളരെയധികം ക്രൂഷ്യൽ ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർക്കുക. ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ കൃത്യമായിട്ട് നോമിനേഷൻ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നോമിനേഷൻ ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം വിശദാംശങ്ങൾ നമ്മൾ കുടുംബവുമായിട്ട് ചർച്ച ചെയ്യണം. എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പരമാവധി സെക്യൂരിറ്റീസ് ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരുന്നത് വളരെ സൗകര്യപ്രദമാണ്. നമ്മളെപ്പോഴും ലാഭം നോക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് ലാഭം നോക്കും. പലതും അങ്ങനെ ചെയ്യണ്ടല്ലോ, അതിനോട് നമുക്ക് ചെലവ് കൂടുകയല്ലേ ഒക്കെ. നമ്മൾ വല്ലാണ്ട് ലാഭം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് അവസാനം ഇത് ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് ചിലപ്പോൾ നാളെ എത്തിയേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്പർ 1 സിറ്റുവേഷൻ നമ്മൾ കാര്യങ്ങൾ എല്ലാവരോടും സംസാരിക്കുക, വീട്ടിലെ ആളുകളോട് സംസാരിക്കണം, ഇതിന് കൃത്യമായിട്ടൊരു ഫയൽ സൂക്ഷിക്കണം നോക്കണം. പറ്റാവുന്നിടത്തോളം സെക്യൂരിറ്റീസ് ഡിമാറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മ്യൂച്വൽ ഫണ്ട് രേഖകൾ നമുക്ക് ഡിമാറ്റ് ചെയ്യണം എന്നുള്ളത് യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല, അതെല്ലാവരും ഓർക്കുക. മ്യൂച്വൽ ഫണ്ടുകൾ ഡിമാറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനോ സ്വിച്ചുകൾ ചെയ്യാനോ പറ്റില്ല. കൂടാതെ ഇതിന്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിന് ഡിമാറ്റ് അക്കൗണ്ട് ത്രൂ ബൈയിങ് ആൻഡ് സെല്ലിംഗ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാർജസ്, ബ്രോക്കറേജ് ചാർജസ് വരുന്നുണ്ടായിരിക്കും. അത് നമ്മൾ നേരത്തെ പോലെ ഫിസിക്കൽ രൂപത്തിൽ ഡയറക്റ്റ് രൂപത്തിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രോക്കറേജ് നമുക്ക് വരുന്നില്ല. ഇതൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഈ ചെറിയൊരു ബ്രോക്കറേജ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു മൈന്യൂട്ട് എമൗണ്ട് ആണ്. പക്ഷെ വൺസ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇത് കിടക്കും. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്ര സെക്യൂരിറ്റി കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിന് അഡീഷണൽ ചാർജ് കൊടുക്കേണ്ട കാര്യമില്ല. ഡിമാറ്റ് അക്കൗണ്ടിന് ഒരൊറ്റ ആനുവൽ മെയിൻ്റനൻസ് ചാർജേ അടയ്ക്കേണ്ടതുള്ളൂ. പിന്നെ ട്രാൻസാക്ഷൻ ബേസിസിലാണ് അതിന്റെ ചാർജസ് വരുന്നത്. ഒരിക്കലും നമ്മൾ സെക്യൂരിറ്റി ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുത്ത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതിയായിരിക്കും. അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വലിയ എമൗണ്ടിന് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്താൽ കൂടുതൽ AMC ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ കുറഞ്ഞ ഡിമാറ്റ് സെക്യൂരിറ്റീസ് ആണല്ലോ നമ്മളുടെ അതിനകത്ത് വെച്ചിട്ട് കുറഞ്ഞ AMC ചാർജ് ചെയ്യുക, അങ്ങനത്തെ രീതി അവർക്കില്ല. അതുകൊണ്ട് ഓർക്കുക, പരമാവധി ഡിമാറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരാനായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഈ സക്സഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഡിമാറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സെക്യൂരിറ്റീസ്, അതായത് ഡിമാറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ രൂപത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഡിമാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന്റെ ഷെയർ സർട്ടിഫിക്കറ്റുകൾ അതിന്റെ ISIN ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന്റെ ഡിമാറ്റ് ചെയ്യാവുന്ന ഫെസിലിറ്റി ഉള്ള ഷെയർ ആണെങ്കിൽ അതെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിമാറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഫിസിക്കൽ രൂപത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ക്രയവിക്രയം ചെയ്യുന്നതിനുള്ള കുറച്ച് പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി കമന്റ് ബോക്സിലുള്ള കുറച്ച് ചോദ്യങ്ങൾ
ഉത്തരം തരാം. അതിനുശേഷം നേരിട്ടുള്ള ചോദ്യ ഉത്തരങ്ങൾ. അടുത്തതായിട്ട് ആദ്യമായിട്ട് രഘു കുര്യന്റെ ചോദ്യമാണ്. Nominee of a mutual fund will get it automatically after holder's death, or do I need to add her name to it separately? നമ്മൾ നോമിനേഷൻ വളരെ വ്യക്തമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. നോമിനേഷൻ നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കാത്ത പക്ഷം ഈ നോമിനി അത് ക്ലെയിം ചെയ്യണം. അങ്ങനെയാണ് ഏതൊരു വസ്തുവിന്റെയും ഒരാളുടെ മരണശേഷം അങ്ങനെയാണ്. ആ നോമിനി ആരാണോ വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അത് ക്ലെയിം ചെയ്യണം. അതിനാ ക്ലെയിം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സിന്റെ പേരാണ് നമ്മുടെ ക്ലാസ്സിന്റെ ലാസ്റ്റിൽ നമ്മൾ പറയും. ഡെത്ത് സർട്ടിഫിക്കറ്റും അതിന്റെ പ്രൊബേറ്റീവ് ബില്ല് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് നോമിനി എന്ത് ചെയ്യണം? നമ്മളത് ക്ലെയിം ചെയ്യണം. എന്നാലാണ് നമുക്ക് അത് കിട്ടാനുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനത്തിൽ നേരിട്ട് നോമിനിയെ ഇൻഫോം ചെയ്യില്ല. അതിപ്പോ ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ പോലും അങ്ങനെയാണ്. ഒരു ഇൻഷുറൻസ് സ്ഥാപനം നേരിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യല്ല. നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് സ്ഥാപനത്തിന് ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുക. ഇനി നോമിനിയുടെ ഡീറ്റെയിൽ പ്രജിത്ത് ചോദിച്ച ചോദ്യമാണ്. നോമിനിയുടെ ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ നോർമലി അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിന്റെ ക്ലൈം മാസ്റ്റർ റിപ്പോർട്ടിനകത്ത് CMR റിപ്പോർട്ടിനകത്ത് കിട്ടാൻ പ്രയാസം വരില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നേരിട്ട് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാം. ഇനി വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ, എന്റെ കയ്യില് ഡീലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെ കുറെ ഷെയർസ് ഉണ്ട്. ഡീലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെ കുറെ ഷെയർസ് ഉണ്ട്. അത് എങ്ങനെയാണ് എനിക്ക് ഇതിപ്പോ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഒക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് സെല് ചെയ്യാൻ ഒക്കുമോ, എന്തെങ്കിലും ചെയ്യാൻ ഒക്കുന്നത്? ഡീലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറുകൾ നമുക്ക് എക്സ്ചേഞ്ച് വഴി ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് ഷെയറുകൾ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് പഴയ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. നമ്മൾ തന്നെ ബയറെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ പേരിലോട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. രജിസ്ട്രാറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒക്കുമോ? രജിസ്ട്രാറുമായിട്ട് കമ്പനി രജിസ്ട്രാറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരുമോ? അവര് നോർമലി ആ കമ്പനി നിലനിൽക്കുന്ന കമ്പനിയല്ലേ, കമ്പനി എപ്പോഴും റണ്ണിങ് അല്ലേ. ഡീലിസ്റ്റ് ചെയ്ത് പോയി എന്ന് വെച്ചിട്ട് കമ്പനി അടച്ചു പോയിട്ടുണ്ടാവില്ല. അപ്പൊ കമ്പനി അടച്ചു പോവാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു പക്ഷേ രജിസ്ട്രാറുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു പക്ഷേ കമ്പനി ടേക്ക് ഓവറിന് ഏതെങ്കിലും കക്ഷികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കക്ഷികൾക്ക് ആ ഷെയർ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കക്ഷികൾക്ക് ഈ ഷെയറിനോട് താല്പര്യമുണ്ട്, അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഷെയർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാവുന്നു. ഓക്കെ, താങ്ക് യു സാർ. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഞാൻ അപ്സ്റ്റോക്സിന്റെ പ്ലാറ്റ്ഫോം വഴി മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ബാങ്ക് വഴിയും ഞാൻ മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അപ്സ്റ്റോക്സ് വഴി എടുത്തേക്കുന്ന മ്യൂച്വൽ ഫണ്ടിനകത്ത് ഞാൻ അപ്സ്റ്റോക്സിനകത്ത് അവരുടെ ഓരോ ഫണ്ടിനും ഞാൻ നോമിനേറ്റ് പേര് കൊടുക്കണോ, അതോ അപ്സ്റ്റോക്സിന് മൊത്തത്തിൽ കൊടുത്താൽ മതിയോ? അപ്സ്റ്റോക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സിന് ഒറ്റ നോമിനേഷൻ കൊടുത്താൽ മതി. കാരണം സാറിന്റെ പേരുള്ള കംപ്ലീറ്റ് ഡിമാറ്റഡ് സെക്യൂരിറ്റീസിന് നോമിനേഷൻ സെയിം ആയിരിക്കും. പിന്നെ അത് വേണമെങ്കിൽ സാറിന് ഒരാളുടെ പേരിലോ രണ്ടാളുടെ പേരിലോ മൂന്നാളുടെ പേരിലോ ഒക്കെ ആയിട്ട് നോമിനേഷൻ കൊടുക്കാം. പ്രയാസമുള്ള കാര്യമല്ല. ഈ മൂന്നാളുടെ പേര് കൊടുത്ത് നമുക്ക് പെർസെന്റേജ് ഓഫ് ഇത് കൊടുക്കാൻ പറ്റും അല്ലേ? കൊടുക്കാൻ പറ്റും. ഇത്ര പെർസെന്റേജ് ഇന്ന ആൾക്ക്, രണ്ടാമത്തെ ആൾക്ക് എത്ര പെർസെന്റേജ്, മൂന്നാമത്തെ ആൾക്ക് ഇങ്ങനെ പെർസെന്റേജ് വെച്ച് നമുക്ക് കൊടുക്കാം. പ്രയാസമില്ല. ഓക്കെ, ബാങ്ക് വഴി ഉള്ളത് സെപ്പറേറ്റ് വേറെ കൊടുക്കണം. ബാങ്ക് വഴി സാറ് ചെയ്തതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് AMCയുടെ കയ്യിൽ നിന്ന് ബാങ്ക് ഏജന്റ് ആയിരിക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ സെപ്പറേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. ഹലോ ഡോക്ടർ സനീഷ്, ഐ ഹാവ് വൺ ഡൗട്ട്. എന്റെ വൈഫിന് സിറോദയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഹലോ, അത് ഇനിയിപ്പോ നോമിനേഷൻ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോം ഫില്ലപ്പ് ചെയ്ത് അവരുടെ ബാംഗ്ലൂരിലുള്ള ഓഫീസിൽ അയച്ചു കൊടുത്താൽ മതി? മതി. അവരുടെ ഓഫീസിൽ അയച്ചു കൊടുക്കുക, അത് അവിടെ കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വിവരം അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് വരെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ഓക്കെ, ഓവർ ആൻഡ് അഗൈൻ ദിസ് എന്റെ പേരിലെ HDFC സെക്യൂരിറ്റീസിലെ ഫുൾ ടൈം ബ്രോക്കറുടെ ഇതിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൽ നോമിനിയെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, എന്റെ വൈഫിന്റെ പേര് ചേർത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ സെക്യൂരിറ്റീസ് അക്കൗണ്ടിൽ പോയി എന്റെ പ്രൊഫൈൽ നോക്കി അറിയാൻ പറ്റുമോ? പ്രൊഫൈലിൽ ചിലര് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ സാറിന്റെ ബ്രോക്കറെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു CMR റിപ്പോർട്ട് ഉണ്ട്, ക്ലൈം മാസ്റ്റർ റിപ്പോർട്ട് എന്ന് പറഞ്ഞ CMR റിപ്പോർട്ട് ഉണ്ട്. അതിനകത്ത് നോമിനേഷന്റെ കാര്യങ്ങൾ ഉണ്ടാവും. ഈ മന്ത്ലി കിട്ടുന്ന CDLSന്റെയും NNDLന്റെയും ആ റിപ്പോർട്ടിൽ നോമിനിയുടെ ഡീറ്റെയിൽസ് കാണിക്കും?
അവര് നോമിനി രജിസ്റ്റേർഡ് ആണോ അല്ലേ എന്നുള്ളത് കാണിക്കുമോ? നോമിനി രജിസ്റ്റേർഡ് ഓർ യെസ് ഓർ നോ അങ്ങനെ കാണിക്കും. അത് ശരി. ഓക്കെ. ഇപ്പൊ ഞാൻ ICICI സെക്യൂരിറ്റീസ് വഴിയിൽ നമ്മള് മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ വെനെവർ വി പർച്ചേസ് എ ന്യൂ ഫണ്ട് അവർ ചോദിക്കുന്നുണ്ട് നോമിനേഷൻ, അതിന് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് നല്ല കാര്യമാണ്. കാരണം നമുക്കിപ്പോ ഒരു ഫണ്ടിന്റെ നോമിനി വേറെ സെയിം ഫണ്ടിന്റെ വേറൊരു പ്ലാൻ വേറെ നോമിനി ഒക്കെ വെക്കാൻ നമുക്ക് പറ്റും. ദാറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. അതൊരു നല്ല കാര്യമാണ്. ഈ ഡിമാറ്റ് അക്കൗണ്ട് ആകുമ്പോഴേ നമുക്ക് ഒറ്റ ഫെസിലിറ്റിയാണ്. അപ്പൊ അത് ഡിമാറ്റ് അക്കൗണ്ടില് ഹോൾഡ് സെക്യൂരിറ്റീസിലും അങ്ങനെയാണ്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് സെപ്പറേറ്റ് പ്ലാനിന് നമുക്ക് സെപ്പറേറ്റ് നോമിനേഷൻ വെക്കാം, പ്രശ്നം വരില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് അലോട്ട്. പറയൂ. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ ഞാൻ ഡിമാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ആ സിംഗിൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നോമിനൽ അപ്ലിക്കബിൾ ആവുള്ളൂ എല്ലാ അക്കൗണ്ടിനും? അതെ, നമ്മളിപ്പോ ഡിമാറ്റിൽ ആരെയാണ് നോമിനേഷൻ വെച്ചത് അദ്ദേഹത്തിനായിരിക്കും അതിന്റെ മുകളിൽ ക്ലെയിം ഉണ്ടാവും ഫോർ ഓൾ ദ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട്സ്. അതെ, ഡിമാറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട്സ്. ഡിമാറ്റ് ചെയ്യാത്തതിന് അതിന് ആ ക്ലെയിം. ഞാനൊരു പണ്ടത്തെ നമ്മുടെ വൈശാലി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞൊരു ഷെയർ ഉണ്ടായിരുന്നു, കേരളത്തിലെ കമ്പനിയാണ്. അത് ഡിമാറ്റിന് കൊടുത്തു, പക്ഷെ അത് ഡിമാറ്റ് ആയില്ല. സ്റ്റിൽ ഇറ്റ് ഈസ് ഷോയിങ് ആസ് പെൻഡിങ്. സോ അതിലെ കമ്പനി ഡിഫറൻറ്റ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അതിന് ISIN നിലനിൽക്കുന്നുണ്ടായിരിക്കില്ല, അത് ഡിമാറ്റ് ചെയ്യാൻ പ്രയാസങ്ങളുണ്ടായിരിക്കും. ഇതൊരു കാര്യം കൂടി ചോദിക്കുന്നത്, എന്റെ ബ്രദറിന്റെ പേരിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആളതിൽ നോമിനി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമ്മുടെ ലീഗൽ പ്രൊസീഡിങ്സ് മാത്രമായിരിക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ലീഗൽ ഹയേഴ്സിന്. ബ്രദർ ഇപ്പൊ ഇല്ല, എക്സ്പയർഡ് ആണോ? എക്സ്പയർഡ് ആണോ? ബ്രദർ ഉള്ള സമയത്താണ് നോമിനേഷൻ ചെയ്യേണ്ടത്. ഇല്ലാത്ത സമയത്ത് ലീഗൽ ഹെയർസ് ആണ് അവകാശം. അതിനുള്ള ഫാമിലി ലീഡ് സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ കാര്യത്തിലുള്ള ഫാമിലി സെറ്റിൽമെന്റ് എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് എല്ലാവരും കൂടെ അമിക്കബിൾ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് അത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വേറൊരാൾ അതിനകത്ത് കൊണ്ടുപോയി ക്ലാസ് കൊടുത്താൽ അത് കംപ്ലീറ്റ് ബ്ലോക്ക് ആവും. അതാണ് പ്രൊബേറ്റോ അല്ലെങ്കിൽ വില്ലോ വേണ്ടി വരും. അങ്ങനെ ബില്ലൊക്കെ വേണം. ബില്ല് വേണം എന്റെ കാര്യത്തിൽ. ബില്ല് ഉണ്ടായിരുന്നില്ല, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ട് രേഖകൾ, ബാക്കിയുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള രേഖകളുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ജോയിന്റ് ആയിട്ട് മൂവ് ചെയ്യാം. കാരണം ആരെങ്കിലും അതിനകത്ത് ഉടക്കിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട്, ഇല്ലെങ്കിൽ ആ ഒരൊറ്റ വ്യക്തി വിചാരിച്ചാൽ മതി, ബാക്കിയെല്ലാം എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ? വിത്തൗട്ട് പ്രശ്നങ്ങളൊന്നും വരില്ല, വിത്തൗട്ട് ഒരു പ്രോബ്ലം വരില്ല. ഓക്കെ, താങ്ക് യു. ശരി. സാർ, ഈ പറഞ്ഞ സാഹചര്യത്തിലും സക്സഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ എന്തെങ്കിലും വേണ്ടി വരുമോ? ഇപ്പൊ തൊട്ടുമുമ്പിൽ സാർ പറഞ്ഞ സാഹചര്യത്തിലും? അതെ, അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ നമ്മൾ നേരത്തെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽ ലിസ്റ്റ് പറഞ്ഞിരുന്നില്ല, സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് കൊടുക്കേണ്ടത്. അല്ല സാർ, ഫാമിലി സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞല്ലോ, ഇവര് ലീഗൽ ഹെയർസ് ഒരുമിച്ചൊരു സമ്മതപത്രം മാതിരി അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയാവോ? അല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് മതിയോ? അത് കോടതി എന്താണോ അനുശാസിക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇതൊരു കോടതിയുടെ ഈ വിഷയം വരുന്ന ഒരു കേസായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും വ്യക്തി ഇതിനകത്ത് ഈ പറയുന്ന ലീഗൽ അടുത്ത ബന്ധു ആർക്കെങ്കിലും അതിനകത്ത് ക്ലെയിം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു കടലാസ് കൊണ്ടുപോയി കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കാര്യങ്ങൾ നേട്ടം അറിയും. പിന്നെ കോടതിയുടെ ഇൻജക്ഷൻ, അങ്ങനത്തെ സ്റ്റേ, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ജോയിന്റ് ആയിട്ട് ഒരു സെറ്റിൽമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒരു വക്കീലിനെ കണ്ടിട്ട് ഇതൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഒരു സംശയം ചോദിച്ചോട്ടെ. എന്റെ ഓണ്ടിയും കൂടി ജോയിന്റ് അക്കൗണ്ട് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു ഒരു 10 വർഷം മുന്നേ. അപ്പൊ 5 വർഷം മുന്നേ പാൻ കാർഡിന്റെ മരിച്ചുപോയി. സാറേ, എനിക്ക് വോയിസ് ക്ലിയർ ആവുന്നില്ല സാർ, ഒന്നുകൂടെ ആവർത്തിക്കുകയാണെങ്കിൽ. എനിക്ക് ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ടോ? ഹലോ, എനിക്ക് ആ വോയിസ് സാറിനെ കേൾക്കുന്നില്ല. സാർ ഒന്നുകൂടെ ആവർത്തിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് കേൾക്കാം. എക്സ്ക്യൂസ് മീ, ബാക്കിയുള്ള ആളുകൾ ദയവ് ചെയ്ത് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. അദ്ദേഹത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓണ്ടിയും കൂടിയിട്ട് ഒരു 20 വർഷം മുന്നേ. ഓക്കെ. അന്ന് പാൻ കാർഡിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ക്രമേണ അങ്കിള് മരിച്ചപ്പോ എടുക്കേണ്ടി വന്നപ്പോ ഉള്ള പേര് വിളിച്ചിട്ട് പാൻ കാർഡ് എടുത്തു. ഓക്കെ. പക്ഷെ അവര് മ്യൂച്വൽ ഫണ്ട് അപ്ലൈ ചെയ്യുമ്പോ ഹസ്ബൻഡിന്റെ പേരും കൂടി ചേർത്തിട്ടായിരുന്നു. ജോയിന്റ് നെയിം എന്റെ പേരുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാതെ പേര് മാറ്റാൻ വല്ല ചെയ്യാൻ പറ്റുമോ?
അത് പേര് നമ്മൾ പാണ്ടിയുടെ സതി എ മേനോൻ മരിച്ചുപോയി. ഓക്കെ. പാൻ കാർഡ് എടുക്കുമ്പോൾ SLC ബുക്കിലുള്ള പേര് തരുള്ളൂ എന്നിട്ട് SLC ബുക്കിൽ ആർ സതി എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു. ഓക്കെ. ആർ സദ്യ ജോയിന്റ് ഹോൾഡർ ഉണ്ട്. എന്താ ചെയ്യാന്? അപ്പൊ എന്തിനാ പറ്റും? എങ്ങനെ പേര് മാറ്റാൻ പറ്റുമോ? പ്രീവിയസിൽ ഇങ്ങനെ പേര് ഇങ്ങനെ പേരാ. ഇവരെ അപ്രോച്ച് ചെയ്തപ്പോ ഇവർ എന്തെങ്കിലും റിജക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്രോച്ച് ചെയ്യാൻ എനിക്ക് തന്നെ ഒരു മടി. എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ, പേര് മാറ്റാൻ എന്താ ചെയ്യാന്നുള്ളത്. അല്ല, ഇപ്പോഴത്തെ ജോയിന്റ് ഹോൾഡർ എന്നുള്ള രീതിയിൽ സർവേയിങ് ആയിട്ടുള്ള ഹോൾഡർ അപ്രോച്ച് ചെയ്യാം, ഫേമിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അവരെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അവരെ അപ്രോച്ച് ചെയ്യാം ഫേമിനെ. അപ്പൊ എന്തെങ്കിലും തരത്തിൽ റിജക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് നല്ലത്. കാരണം ചിലതിലൊന്നും വലിയ പ്രശ്നം വരില്ല. നമ്മള് പരമാവധി ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെയാണ് നമ്മളുടെ ലീഗലി ഉള്ള മാർഗങ്ങൾ എന്നാണ് പറയുന്നത്. ആദ്യം അപ്രോച്ച് ചെയ്യൂ. അപ്രോച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യാനാണ് നല്ലത്. അതിന് സംഭവം ഉള്ളത് പാൻ കാർഡും ആധാറും ആർ സതിയായി പോയി, SLC ഉള്ള പേരായി. അതായത് നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമുള്ള കാര്യമില്ല. കാരണം ബാക്കിയുള്ള രേഖകൾ ഉണ്ടല്ലോ. പാൻ കാർഡിലുള്ള ഒരു നെയിമിന്റെ ഡിഫറൻസ് മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോ ഇവർ അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഇവർ കുറച്ച് അഡീഷണൽ ഡോക്യുമെന്റ്സ് നമ്മളെടുത്ത് ചോദിക്കായിരിക്കും. അപ്പൊ അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിക്വസ്റ്റ് കൊടുത്തു നോക്കാം. ഓക്കെ, താങ്ക് യു. കൊടുത്തു നോക്കൂ. കൊടുത്തു നോക്കിയിട്ട് എന്താ അപ്രോച്ച് അറിയാം. കൊല്ലം സാർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. പറയൂ. സാർ, അത് പിന്നെ അബ്സ്ട്രോക്കിൽ ഞാൻ നോമിനേഷൻ ഇലക്ട്രോണിക്കലി ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇനി ഫിസിക്കലായിട്ട് അയച്ചു കൊടുക്കണം സാർ? ഫിസിക്കലി അയച്ചു കൊടുക്കും. സൈൻ ചെയ്ത് അയച്ചു കൊടുക്കണം അല്ലേ സാർ? ഓക്കെ. അതായത് ഓൺലൈൻ ആയിട്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പാണോ? നോമിനേഷൻ തന്നെയാണോ ഉറപ്പാണോ? നോമിനേഷൻ ചെയ്തതാണ് ഞാൻ, ഉറപ്പാണ്. ഉറപ്പാണെങ്കിൽ അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ? CMR അപ്ഡേറ്റ് ആയിട്ടുണ്ടോ? അവര് ഫോം അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കലായിട്ട്. അപ്പൊ അത് അയച്ചു കൊടുക്കും, എന്നാലേ അപ്ഡേറ്റ് ആവും. ഓക്കെ സാർ, താങ്ക് യു സാർ. എന്റെ പേര് ജോണി. എനിക്കൊരു 5 മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ഡിഫറെന്റ് പോർട്ട്ഫോളിയോ. അപ്പൊ അതിനകത്ത് ഏതിനകത്തൊക്കെ ആരെയാണ് ഞാൻ നോമിനി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ എന്തെങ്കിലും മാർഗം? സാർ ഇത് ചെയ്ത സമയത്ത് സെയിം ആളെ തന്നെയാണോ? ഓർമ്മയുണ്ടോ? എനിക്ക് നിലവിൽ അത് ഓർമ്മയില്ല. 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യൂ. അവരുടെ ഫോമില് ചിലപ്പോ ചില മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഫോമില് നോമിനിയുടെ പേര് തന്നെ കൊടുക്കുന്നുണ്ട്. ചില മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഫോം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് അവരുടെ പേര്, നോമിനിയുടെ പേര് തന്നെ കൊടുക്കും. ചില മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നോമിനേഷൻ രജിസ്റ്റേർഡ് യെസ് ഓർ നോ അങ്ങനെ കൊടുക്കാറുള്ളൂ. അപ്പൊ യെസ് എന്നാണെങ്കിൽ നോമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് ആരുടെ പേര് നമുക്ക് അറിയില്ലെങ്കിൽ അവരുമായിട്ടൊന്ന് ഒരു മെയിൽ അയക്കുക. മെയിൽ അയച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം. അല്ലെങ്കിൽ നോമിനേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോമിനിയുടെ പേര് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സാറ് നോക്കേണ്ട കാര്യം കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഈ കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലും ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയാൽ പല മാർഗങ്ങളിലൂടെ നമുക്ക് അറിയാം. ഇതിപ്പോ സാറിന് കൃത്യമായിട്ട് അതിനകത്ത് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് ഫണ്ട് ഹൗസുമായിട്ടൊന്ന് അവരുടെ കസ്റ്റമർ കെയറിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ഞാൻ നോമിനേഷൻ വെച്ചിരുന്നു, ഇപ്പൊ ഞാൻ റിമെമ്പർ ചെയ്യുന്നില്ല, അതിന്റെ നോമിനേഷൻ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒരു മെയിൽ അയച്ചു നോക്കിയാൽ മതി. സാർ, ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. പറയുക. കേൾക്കാമോ? പറഞ്ഞോളൂ, കേൾക്കാം. അതായത് എന്റെ പേരിലും എന്റെ ഒരു ഫ്രണ്ടിന്റെ പേരിലും കൂടി BPCLന്റെ ഒരു 10-20 വർഷത്തിന് മുമ്പുള്ള കുറച്ച് ഷെയർ ഇരിപ്പുണ്ട്. അപ്പൊ അത് ഒരാൾക്ക് ഇപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടോ, ഒരാൾക്ക് ഇപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല. അപ്പൊ ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് സെല് ചെയ്യാൻ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ? എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരും കൂടെ ചെയ്യേണ്ട കാര്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ജോയിന്റ് അക്കൗണ്ട് എടുക്കും. ഡിമാറ്റ് ഒരു പുതിയ അക്കൗണ്ട് എടുക്കണം അല്ലേ? രണ്ടുപേരും കൂടെ ചേർത്ത്, രണ്ടുപേരുടെ പേര് കിടക്കുന്ന ഷെയർ അല്ലേ? അതെ. അതായത് ഇപ്പൊ ഒരാൾ മാത്രം വിചാരിച്ചാൽ സെല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു ബ്രോക്കറിന്റെ അടുത്ത് പോയിട്ട് ഒരു ജോയിന്റ് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക. ജോയിന്റ് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നേരത്തെ നിങ്ങൾ ഷെയർ വാങ്ങിയപ്പോൾ ഫസ്റ്റ് ഹോൾഡർ ആരാണോ സെക്കൻഡ് ഹോൾഡർ ആണോ അതേ സെയിം ഓർഡർ ഓഫ് പ്രോമിനൻസ് അനുസരിച്ച് തന്നെ അക്കൗണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. മാറാൻ പാടില്ല. അങ്ങനെ ആ പഴയ ഷെയർ സർട്ടിഫിക്കറ്റ് രൂപത്തിലല്ലേ കയ്യിലുള്ളത്? അതെ. ആ ഷെയർ സർട്ടിഫിക്കറ്റുകൾ അതിനുശേഷം ഡിമാറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുക. ഒരു ബ്രോക്കർ വഴി ഡിമാറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡിമാറ്റ് ചെയ്ത് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെല് ചെയ്യാം.
ഓ ശരി ശരി ശരി. അതാണ് അതിന്റെ മാർഗം. ഫിസിക്കലുള്ള ഷെയർ ഡിമാറ്റ് ആക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഡിമാറ്റ് ആക്കിയിട്ട് സെല്ല് ചെയ്യും. സാറേ ഇപ്പം തന്നെ ഈ ഫിസിക്കൽ രൂപത്തിലുള്ള ഷെയർ നമുക്ക് ഒരാളുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പഴയ രീതിയിലുള്ള ട്രാൻസ്ഫർ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പം പ്രൊവിഷൻ ഉണ്ടോ? പഴയ രീതിയിൽ പ്രൊവിഷൻ അത് ട്രാൻസ്മിഷൻ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ക്രയവിക്രയത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ വേറൊരാൾ ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് വാങ്ങില്ല. നമ്മളിപ്പോ എല്ലാവരും ഡിമാറ്റ് അക്കൗണ്ട് വെച്ച് ഏർപ്പാട് ചെയ്യുന്നത്. അപ്പൊ ഒരാള് ഫിസിക്കൽ രൂപത്തിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് തരിക എന്ന് പറഞ്ഞാൽ സാർ അത് വിൽക്കാൻ പോലും പറ്റില്ല. ഇത് വളരെ ഈസിയാണ് ഈ കാര്യം. പറഞ്ഞ രീതിയിൽ പോയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ശരി ശരി, ഓക്കെ സാർ, താങ്ക് യു. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. എനിക്ക് സെറോഥയിലും ജിയോജിത്തിലും ഓരോ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഞാനിതില് എന്റെ ഈ അക്കൗണ്ടുകള് രണ്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ടിലായിട്ടാണോ നമുക്ക് വരുന്നത്, അതേ രണ്ട് അക്കൗണ്ടിലായിട്ടാണോ വരുന്നത്? രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. രണ്ടിനും സെപ്പറേറ്റ് നോമിനേഷനും മറ്റു കാര്യങ്ങളും സാർ കൊടുക്കേണ്ടതായിട്ട്. അത് ഏകോപിപ്പിക്കാൻ ഏതെങ്കിലും ഒരു നമ്മള് കാലശേഷം ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും അടുത്ത അവകാശിക്ക് അത് കണ്ടു ഏതെങ്കിലും ഒരു അക്കൗണ്ടിലായിട്ട് നമുക്കത് അറിയാൻ പറ്റുമോ? അതെയോ രണ്ടെണ്ണത്തിലായിട്ട് നോക്കേണ്ടി വരുമോ? അവരെടുത്ത് പറയേണ്ട കാര്യമാണ്. കൃത്യമായിട്ടും നമ്മുടെ രണ്ട് അക്കൗണ്ടിലാണ് കിടപ്പുള്ളത് എന്നുള്ള വിവരം സാർ കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ സാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരൊറ്റ അക്കൗണ്ടിലോട്ട് ഇത് കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഷെയറുകളൊക്കെ തന്നെ മറ്റേ ഡിമാറ്റ് അക്കൗണ്ട് കൊണ്ടുവന്ന് പഴയ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അപ്പൊ ഒറ്റ എണ്ണയില്ലേ കാണും. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ അത് കൃത്യമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ശരി ശരി, ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഞാൻ ഈ ഒരു സാറിന്റെ ചോദ്യം പറയുന്നതുകൊണ്ടാണ് എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. നമ്മളുടെയൊക്കെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. നമുക്ക് കുറെ സ്ഥലങ്ങളിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. പലർക്കും 3 അക്കൗണ്ട് 4 അക്കൗണ്ട് 5 അക്കൗണ്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കേസിലാണ് എപ്പോഴും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരാറുള്ളത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ കൃത്യമായിട്ട് ട്രാൻസാക്ട് ചെയ്യുന്ന അക്കൗണ്ടുകൾ മാത്രം നിലനിർത്തുക, അല്ലാത്ത അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുക. ആ വഴിയിൽ ചിലപ്പോൾ ഒരു ഷെയറോ 2 ഷെയറോ ചില്ലറ ഷെയർ സർട്ടിഫിക്കറ്റ് ഷെയറുകളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് വളരെ സേഫ് ആണ്. കാരണം ലീഗൽ ഹെയർസിന് അല്ലെങ്കിൽ നമ്മുടെ നോമിനിക്ക് അത് കിട്ടാനും അനുഭവിക്കാനും ഈസി ആയിരിക്കും. ഓക്കെ, സാർ ചോദിച്ചോ, അടുത്ത ചോദ്യം. സാർ ഈ CSDL അക്കൗണ്ട് എന്ന് പറഞ്ഞ NSDL CSDL എന്താ വ്യത്യാസം? NSDL ഉം CSDL ഉം രാജ്യത്ത് ഡെപ്പോസിറ്ററി സർവീസ്, നമുക്ക് ഡിമാറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന 2 സ്ഥാപനങ്ങളാണ്. രാജ്യത്തെ ഡെപ്പോസിറ്ററി ആക്ട് 1996 പ്രകാരം 2 സ്ഥാപനങ്ങളെയാണ് ഇതിന് ചാർജ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന് NSDL, രണ്ടാമത്തെ CDSL എന്നുള്ള 2 സ്ഥാപനങ്ങളാണുള്ളത്. അപ്പൊ ഈ രണ്ടിന്റെയും സർവീസ് നമുക്ക് ഡയറക്ട്ലി ഒരു ഇൻഡിവിജ്വലിന് ഡയറക്ട്ലി കിട്ടില്ല. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സർവീസ് ഒരു വ്യക്തിക്ക് നേരിട്ട് പോയി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അവരുടെ അസോസിയേറ്റ് ബാങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മെമ്പർ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്കിൽ രജിസ്ട്രേഷൻ ഉള്ള ബാങ്കിങ് ലൈസൻസ് കൊടുത്തിട്ടുള്ള ബാങ്കുകളുടെ അക്കൗണ്ട് വഴി മാത്രമേ നമുക്ക് റിസർവ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഡെപ്പോസിറ്ററീസ് ആണ് ഈ പറയുന്ന ഡിമാറ്റ് അക്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അവരുടെ അടുത്താണ് ഈ നമ്മളുടെ ഈ രേഖകളും നമ്മുടെ ഷെയറിന്റെ രേഖകളൊക്കെ ഇലക്ട്രോണിക് രൂപത്തിൽ കീപ്പ് ചെയ്യപ്പെടുന്ന റെപ്പോസിറ്ററി ശരിക്കും അവരാണ്. പക്ഷെ നമുക്ക് നേരിട്ട് അവിടെ പോയിട്ട് ഈ CDSLന്റെ കയ്യിൽ നിന്നോ NSDLന്റെ അടുത്തോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അവരുടെ ഏജന്റുമാരായിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സോ ബാങ്കുകളോ ഒക്കെ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ഈ ഡെപ്പോസിറ്റുകളുടെ ഏജന്റുമാരെ വിളിക്കുന്ന പേര് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ്, അവരാണ് ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അപ്പൊ നമുക്ക് ആ ബ്രോക്കർമാർ വഴി ഈ CDSലും NSDലും കൊടുക്കുന്ന സർവീസ് ആക്സസ് ചെയ്യാനാണ് പറ്റുക. അപ്പൊ ഏതെങ്കിലും ഒന്നില് മതി, ഏതെങ്കിലും ഒന്നിലും മതി, പ്രയാസമൊന്നുമില്ല. നമസ്കാരം സാറേ ഞാൻ എഗ്രോ ആപ്ലിക്കേഷൻ മുഖാന്തരമാണ് ഈയിടെ ഒരു ഓൺലൈൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നത്. അത് വൈഫിന്റെ പേരിലാണുള്ളത്. അപ്പം നോമിനി ആയിട്ട് എന്റെ പേരാണ് ചേർത്തിരിക്കുന്നത്, ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ അതിന്റെ യൂസർ പ്രൊഫൈൽ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നോമിനി കാണിക്കുന്നുണ്ട്, നമ്മുടെ പേര് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും നമ്മളൊരു ഹാർഡ് കോപ്പി, അതായത് ഒരു പേപ്പറിൽ നമ്മളെല്ലാ ഫോമും ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ടോ ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് ഗ്രോയുടെ? ഓൾറെഡി സാറിന്റെ ഡീറ്റെയിൽസ് നോമിനേഷൻ അപ്ഡേറ്റഡ് അല്ലേ? ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. നമ്മൾ പ്രൊഫൈൽ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ പേര് കാണിക്കുന്നുണ്ട് നോമിനി എന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും വരാനില്ല, കാരണം ഇത് ചെയ്യാത്ത ആളുകളാണ് ചെയ്യേണ്ടത്. ഓക്കെ സാറേ, ഒരു സംശയം ചോദിച്ചിട്ട്, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഓൺലൈനായിട്ടാണ് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്തത്, വെരിഫിക്കേഷൻ എല്ലാം ചെയ്തത്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഹാർഡ് കോപ്പിയുടെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് അവര് എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അവർ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഹാർഡ് കോപ്പി നിങ്ങൾ ഇങ്ങോട്ട് ഓഫീസിലോട്ട് അയക്കണം എന്നുള്ള ഒരു ഇൻസിസ്റ്റന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നോ അങ്ങനത്തെ? അങ്ങനെ ഒന്നും കണ്ടില്ല സാറേ. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണ്ട. പക്ഷേ
നേരത്തെ ഒരു ക്ലയന്റ് ഒരു സാർ പറഞ്ഞത് അപ്സ്റ്റോക്സിന്റെ ഒരു കേസിന് അങ്ങനെ പറഞ്ഞു. അപ്സ്റ്റോക്സിന്റെ കേസിൽ അവര് ഫിസിക്കലി ഹാർഡ് കോപ്പി അയക്കണം തന്നെ പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പല ബ്രോക്കിംഗ് ഹൗസുകളും അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്, ഹാർഡ് കോപ്പി അയച്ചു തരണം എന്ന് തന്നെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു ബ്രോക്കിംഗ് ഫേം അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രോബ്ലം ഇല്ല. അങ്ങനെ പോരാ, നമ്മൾ ഫിസിക്കലി തന്നെ അയച്ചു തരണം എന്ന് അവർ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ സാർ, ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തോളാം. താങ്ക് യു. ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. സാർ, ഈ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾക്ക് ISIN നമ്പർ ഉണ്ടാവും? ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾക്ക് ISIN നമ്പർ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. സിയാലിനൊന്നും ആയിട്ടുണ്ടാവില്ല. ഉണ്ടാവുമോ എന്നുള്ള ചെക്ക് തന്നെ വേണം. ചിലപ്പോൾ ഉണ്ടായേക്കാം. അവർ ലിസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ഷെയർ ഇഷ്യൂഡ് ആണ്, പക്ഷെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. 100% ഉണ്ടായിരിക്കുന്നോ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലതിന് ഉണ്ടാവാം, ചിലതിന് ഉണ്ടാവാതിരിക്കാം. അങ്ങനെ തന്നെ പറയാം. ഹലോ സാർ. പറയൂ. ഹലോ. അതെ, ഈ BRD എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. അവര് ഫിസിക്കൽ ഷെയർ ആയിരുന്നു. അത് ഡിമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഡിമാറ്റിലേക്ക് മാറ്റി. അപ്പോ SKDT കൺസൾട്ടൻസ് ലിമിറ്റഡിൽ നിന്ന് ഒരു ലെറ്റർ വന്നു. അതായത് ഈ കൈൻഡ്ലി അറേഞ്ച് rectify the following discrepancy found in the DMAT request loaded by you. We request you to set up new DMAT request to your system in forward as the DRF along with the share certificate. അപ്പൊ ഷെയർ സർട്ടിഫിക്കറ്റ് കൂടിയിട്ടാണ് നമ്മൾ അയച്ചു കൊടുത്തത് ഒറിജിനൽ. പക്ഷെ ഇപ്പൊ ലെറ്റർ മാത്രമേ വന്നുള്ളൂ, ഷെയർ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല. അതിൽ ഡിസ്ക്രിപ്ഷനിൽ മിസലേനിയസ് എന്നാണ് പോയിന്റ് നമ്പർ 1 കാണുന്നത്. 2 ആസ് പെർ NCLT ഓർഡർ CP നമ്പർ എന്നിട്ട് നമ്പറും. അത് കമ്പനി ലോ ട്രിബ്യൂണൽ NCLT അല്ലേ പറഞ്ഞത്? NCLT ഓർഡർ. ആ കമ്പനിക്ക് എന്തോ പ്രോബ്ലം അല്ലേ? ആ BRDക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അഡീഷണൽ ആയിട്ട് മിസ്ലേനിയസ് എന്നാണ് കാണാനുള്ളത്, എന്താണെന്നുള്ളത് മനസ്സിലാകാൻ പറ്റില്ല. എക്സാക്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ളത് അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഒരു 10-15 ചാൻസസ് ഉണ്ട് ഈ മിസ്ലേനിയസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ എന്താണ് അവരുടെ ആക്ച്വൽ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് അതാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകള് മറ്റേ ഡിമാറ്റിൽ ചെയ്യുമ്പോൾ അതില് ETF മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമല്ലേ സെയിൽസ് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നമ്മളിപ്പോ ഉള്ള മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്താലും നമുക്ക് അതിൽ പർച്ചേസ് ആൻഡ് സെല് ചെയ്യാൻ പറ്റും? പർച്ചേസും സെല്ലും ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ETF യൂണിറ്റ്സിന്റെ പോലെ ഇങ്ങനെ സെക്കൻഡ് ബൈ കുറച്ച് സമയത്തിനകത്ത് ഇങ്ങനെ പ്രൈസ് ഫ്ലക്ച്വേഷൻ വരില്ല. അതിന് ഒരു ദിവസം ഒരു NAV വന്നു കഴിഞ്ഞാൽ ആ സെയിം NAV തന്നെ ആയിരിക്കും. അത് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം. അതിനും ബൈ ചെയ്യുന്നതിനും പ്രശ്നമില്ല. സെല്ലിങ് ബൈങ് നടത്താം. അല്ലാണ്ട് ETF ഫണ്ട് തന്നെ മേടിക്കണമെന്നില്ല ഈ ഡിമാറ്റിലൂടെ പോകുമ്പോൾ? ഇല്ല, എനി ഫണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. എനി ഫണ്ട് നമുക്ക് ഡിമാറ്റിൽ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. സാറേ, അനിലാണ്. ഒരു സംശയം ചോദിക്കട്ടെ. പിന്നെ ഈ നമ്മൾ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിൽ കിടക്കുന്നു. പക്ഷെ ആ കമ്പനികൾ പ്രവർത്തിക്കുന്നില്ല കുറെ കാലങ്ങളായിട്ട്. പക്ഷെ ആ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണോ? അത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ ഈ ഇങ്ങനൊരു ഷെയർ കിടക്കുന്നത് കാരണം? സാറിന് പുതിയ ഒരു ഇതിനോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൂടെ? അല്ല സാർ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഈ വരുൺ ഷിപ്പിംഗ് വരുൺ ഗ്ലോബലും തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ട്രാൻസാക്ഷൻ ഒന്നും നമുക്ക് കാണുന്നില്ല. ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് ഒരു അക്കൗണ്ടേ ഉള്ളെങ്കിൽ അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുമോ? പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു സെറ്റിൽ ഒരു ഷെയർ മാത്രം അതിനകത്ത് ഇരിക്കുമ്പോഴേ അത് ക്ലോസ് ചെയ്യുന്നതിന് നിയമ തടസ്സമുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ആ ഷെയർ അവിടുന്ന് കൂടെ മാറ്റാൻ പറ്റണ്ടേ? വേറെ DPയിലോട്ട് മാറ്റാൻ പറ്റും, മറ്റേതൊക്കത്തില്ലേ? ഇല്ല, അത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലത് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാം. അങ്ങനെ ഒരു നമ്മൾ ചെയ്യേണ്ടത് ഒരു DP വേറെ DPയിലോട്ട് മാറ്റുക. നമുക്ക് അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ കിടന്നു പോകില്ലേ? അതായത് ഐഡിയലായിട്ട് ഒരു സെക്യൂരിറ്റി എങ്കിലും ഒരു അക്കൗണ്ട് കിടപ്പുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. കാരണം ആ സെക്യൂരിറ്റിക്ക് പിന്നെ എവിടെയെങ്കിലും പോയിരിക്കാൻ സ്ഥലം വേണ്ടേ? അതിരിക്കാൻ സ്ഥലമില്ലാണ്ട്. സാറേ, അന്നേരം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം ഈ DPക്ക് AMC ചാർജ് കൊടുത്തോണ്ടിരിക്കുകയും വേണം. ഈ ഒരു ഒറ്റ പ്രശ്നം കാരണം ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ പോലും ഇല്ലേ? അപ്പൊ അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഇഷ്യൂ ഇതാണ്. അപ്പൊ അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഈ AMC ചാർജ് ഒക്കെ വൈവ് ചെയ്തതിനൊക്കെ അവർക്ക് പറ്റും. കാരണം അവർ ചാർജ് ചെയ്യുന്നില്ല, അത് വേറെ എവിടെയും കൊണ്ടേ കൊടുക്കണ്ടല്ലോ, അവർക്ക് ചെയ്യാൻ പറ്റും. ഈ ഷെയർ ബ്രോക്കർ മരിച്ചു പോയാൽ എന്ത് ചെയ്യും സാർ? നമ്മള് ഷെയർ ബ്രോക്കറിലൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളെങ്ങനെ
അവരോട് പൈസ അതിന്റെ ഒരു പ്രൂഫ് അവരുടെ കയ്യിലല്ലേ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. മാഡത്തിന് ഏത് ബ്രോക്കറുടെ അടുത്താണ് അക്കൗണ്ട് ഉള്ളത്? അപ്പോളോ സിന്ദൂരി എന്ന് പറഞ്ഞ പ്രോബ്ലം അല്ലേ, ഇത് ഒരു വ്യക്തിയല്ല ഒരിക്കലും. ഒരു ഷെയർ ബ്രോക്കിംഗ് ഫേം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള രേഖകളും മറ്റു സംവിധാനങ്ങളും നമ്മൾ അതിന്റെ അകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുക അറിയുകയൊക്കെ ചെയ്യുന്നു. അതിന്റെ അതൊരു വ്യക്തി, കാരണം ഒരു സ്ഥാപനമാണ് അവിടെ പ്രാമുഖ്യം വരുന്നത്. വ്യക്തി മരണപ്പെട്ടു പോയ ബ്രോക്കർ എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ ആണ്. ആ ഇൻഡിവിജ്വൽ മരണപ്പെട്ടു പോയതുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റീസിന് ഒന്നും സംഭവിക്കില്ല. കാരണം അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഡെപ്പോസിറ്ററി സർവീസ് പ്രകാരം നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അവൈൽ ചെയ്യുന്ന ഒരു അക്കൗണ്ടിലാണ്. അപ്പൊ ആ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം അടച്ചുപൂട്ടപ്പെട്ട് പോയാലും നമ്മളുടെ സെക്യൂരിറ്റീസിന് ഒന്നും തന്നെ സംഭവിക്കില്ല, ഒരു പ്രോബ്ലം വരില്ല. സോവറിൻ ഗോൾഡ് ബോണ്ട് ഇല്ലേ? അതെ, സിരോധ മുഖേന സോവറിൻ ഗോൾഡ് ബോണ്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ ഈ മെച്യൂരിറ്റി ഡേറ്റിന് ഓട്ടോമാറ്റിക്കലി അത് ക്രെഡിറ്റ് ആയിക്കോളൂ അക്കൗണ്ടില്, അത് എന്തെങ്കിലും ചെയ്യണോ? മെച്യൂരിറ്റി എനിക്ക് തോന്നുന്നു അതിന്റെ ഫസ്റ്റ് ട്രാൻസ് ഏതെങ്കിലും മെച്യൂരിറ്റി ആയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, 3-4 വർഷം കഴിഞ്ഞിട്ടാവുള്ളൂ. ഇപ്പൊ തുടങ്ങി 8 വർഷമാണ് ഇതിന്റെ ലോക്ക് ഇൻ പീരീഡ്. എനിക്കറിയാം 8 വർഷം അറിയാം. ഏതെങ്കിലും ഒരു സീരീസ് ഇതുവരെ 8 വർഷം ആയിട്ടില്ലല്ലോ? ഇല്ല ആയിട്ടില്ല. അപ്പൊ നോർമലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് ആ ടൈമിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വരുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ അതിന്റെ പ്രൊസീഡിങ്സ് സാറ് എങ്ങനെയാ സെറോദ വഴി എടുത്താണോ? അതെ, സിരോധ മുഖേന എടുത്താ, സിരോധ വഴി എടുത്താണ്. അപ്പോ സ്വാഭാവികമായിട്ടും സാറിന്റെ ഡിമാറ്റിക് ആയിട്ടുള്ള സെക്യൂരിറ്റി ആണ്, സാറിന്റെ ഇന്ന അക്കൗണ്ടിലേക്കാണ് അതിന്റെ പ്രൊസീഡിങ്സ് അയക്കുന്നത് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ പ്രകാരം സാറിന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആ പൈസ ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും. അത് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റ് ആയിക്കോളൂ അല്ലേ? ക്രെഡിറ്റ് ആവേണ്ടതാണ്. ഇനി അല്ലെങ്കിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോം നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ആ സമയമാകുമ്പോഴേക്കും വരും. ഓക്കെ, താങ്ക് യു സാർ. ശരി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉണ്ണികൃഷ്ണൻ തൃശ്ശൂരിനെ. സാറേ പറയൂ. സാറേ, ഇത് ഞാൻ കുറച്ച് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യകാലത്ത്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, SIP ഒക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ ഡിബെഞ്ചർ കുറച്ചെടുത്തു, ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ഡിബെഞ്ചർ. അതിനുശേഷം CSDLന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മളെ പഴയതെല്ലാം അതിൽ കാണുന്നുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ഡിമാറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ? സാറ് ആദ്യം ഡിമാറ്റ് ചെയ്യപ്പെടാത്തത് എടുത്തു, അതിനുശേഷം ഡിമാറ്റ് ചെയ്തെടുത്തു എന്നാ പറയുന്നത്. ഏത് സ്റ്റേറ്റ്മെന്റിലാ സാർ? സാർ കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലല്ലേ കാണിക്കുന്നത്? അതെ. കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ എല്ലാം വരും. നമ്മൾ ഡിമാറ്റ് ചെയ്തതും ഡിമാറ്റ് ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള എല്ലാം കൺസോളിഡേറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ വരും. അത് ശരി, ഓക്കെ. സാറേ, നമ്മളിപ്പോ ഒരേ കമ്പനീന്റെ ഷെയർ മേടിക്കുമ്പോഴേ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പനി, നമ്മളിപ്പോൾ ഒറ്റ കമ്പനിയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് TCS ഒരു കമ്പനീന്റെ ആണെങ്കിൽ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ അപ്പോൾ പലപ്പോഴായിട്ട് മാസമൊക്കെ കുറച്ചായിട്ടൊക്കെ വാങ്ങും. അപ്പോൾ ഇത് ചിലപ്പോൾ NSE മേടിക്കും, ചിലപ്പോൾ BSE മേടിക്കും. അപ്പോൾ ഇതിനെ കൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ ഭാവിയിൽ? നമുക്ക് ഒരേ എക്സ്ചേഞ്ചിൽ തന്നെ ഇല്ലല്ലോ. ഇപ്പൊ അങ്ങനത്തെ പ്രോബ്ലം ഇല്ല. പണ്ടൊക്കെ ഒരു വിഷയം പറയുമായിരുന്നു, ഒരു എക്സ്ചേഞ്ച് എടുത്ത് നിങ്ങൾ വേറെ എക്സ്ചേഞ്ച് കൊണ്ടുപോയി സെല്ല് ചെയ്യരുത്, സെറ്റിൽമെന്റ് പ്രശ്നം വരും എന്നൊക്കെ പണ്ടൊരു പ്രശ്നം വരികയായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ ഈ 2 എക്സ്ചേഞ്ചുകളുടെയും ട്രേഡുകൾ നമ്മൾ ഇന്റർലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ NSE വാങ്ങിയിട്ട് BSE കൊണ്ടുപോയി വെക്കുന്നതിനോ BSE വാങ്ങി NSE കൊണ്ടുപോയി വിറ്റാലോ ഇപ്പൊ പ്രശ്നമില്ല. അതുപോലെ സാറേ, അപ്പോ ഈ ഡീലിസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോ NSEയും BSE ഒരുമിച്ചാണോ ഡീലിസ്റ്റ് ചെയ്യുക ഒരു കമ്പനീനെ? നോർമലി അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം ഒരിടത്ത് കിട്ടും ഒരിടത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമല്ലേ. നോർമലി അത് അങ്ങനെ വരുള്ളൂ. ഡീലിസ്റ്റിംഗ് 2 എക്സ്ചേഞ്ച് ഔട്ട് ആവുന്ന രീതിയാണ് വരിക. സാർ, അതുപോലെ ഈ സാർ ഇപ്പോ നമ്മൾ ഈ ട്രാൻസാക്ഷന്റെ ഒക്കെ ഒരു ഫയൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞല്ലേ, അതിപ്പോ സാർ എങ്ങനെയാണ് സാറേ അത് നമ്മൾ ഫിസിക്കലി ഒരു ഫയൽ സൂക്ഷിക്കണം എന്നാണോ, അതോ നമ്മൾ എക്സൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ട്രാക്ക് ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? രണ്ടും ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാല് സംഭവമൊക്കെ ഓൺലൈനാണ്, എല്ലാം സംഭവമാണ്, എല്ലാം ശരിയാണ്, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടാവാം. ഇലക്ട്രോണിക്കലി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, അതൊക്കെ അവിടെ ഉണ്ടാവും. ഒരു പേടിയും പേടിക്കണം, അതൊരു കളഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഫിസിക്കലി ഒരു ഫയൽ ഉണ്ടെങ്കിൽ നമ്മളല്ല അത് കൈകാര്യം ചെയ്യാൻ പോകുന്നു. നമ്മൾ ഉള്ളിടത്തോളം കാലം നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇല്ലാത്തൊരു കാലത്തുള്ള കാര്യമാണ്. ഇത് കൈകാര്യം ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് ഇതൊക്കെ എന്താണെന്ന് കണ്ടാൽ മനസ്സിലാവണ്ടേ. അപ്പൊ അതിനൊരു പ്രോപ്പർലി അറ്റ്ലീസ്റ്റ് ഒരു ആനുവലി ബേസിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഒരു ഫയൽ അത് വെച്ച് ആ ഫയൽ നമ്മുടെ ഷെൽഫിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ. അത് എന്താണ് നമുക്കുള്ളത് എന്നുള്ളത് തരാറുണ്ടല്ലോ സാറേ.
ഉണ്ട്. കൺസോളിഡേറ്റ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പ്രിന്റ് എടുത്ത് വെച്ചാലും മതി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സാറേ, ഒരു ക്വസ്റ്റ്യൻ കേൾക്കാമോ? എനിക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളത് പണ്ട് റെസിഡന്റ് അക്കൗണ്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ NRI ആയി. അപ്പൊ NRI ആയി കഴിയുമ്പോൾ എനിക്ക് ആ റെസിഡന്റ് ഡിമാറ്റ് അക്കൗണ്ട് വെച്ച് തന്നെ ഷെയർസ് ഒക്കെ വാങ്ങുകയും വെക്കുകയും ചെയ്യാമോ? പറ്റില്ല, അത് നിയമവിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ല. നമ്മൾ NRI ആയി കഴിഞ്ഞാൽ നമ്മൾ PA സ്റ്റാറ്റസിലോ നോൺ PA സ്റ്റാറ്റസിലോ നമ്മൾ സെപ്പറേറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ ഇടപാട് നടത്താൻ പാടുള്ളൂ. നാട്ടിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ NRO നോൺ PAS അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെ ചെയ്യേണ്ടത്? അത് ആരാ ചെയ്യേണ്ടത്? അക്കൗണ്ട് ബ്രോക്കർ ആണോ? ബ്രോക്കറെ കൺസൾട്ട് ചെയ്യാം. എന്നിട്ട് എനിക്കൊരു NRO നോൺ PAS അക്കൗണ്ട് ആയിട്ട് നാട്ടിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് കൺവേർട്ട് ചെയ്ത് തരുമ്പോൾ പറഞ്ഞാൽ അത് ചെയ്തു. ഓക്കെ ഓക്കെ. സാറേ, ഈ ഇപ്പൊ കുറച്ച് ഷെയർ മേടിക്കുകയാണെങ്കിൽ അത് CSD-യിലേക്കാണോ പോണേ, NSD-യിലേക്കാണോ പോണേന്ന് നമുക്കറിയാൻ പറ്റാം. അതാ ബ്രോക്കറാണോ അത് ചെയ്യണേ? സാറിന്റെ ബ്രോക്കർ ഏതെങ്കിലും ഡെപ്പോസിറ്ററിയുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. സാറിന്റെ ബ്രോക്കർ ആരാണ്? ജിയോജിത്ത്. ജിയോജിത്ത് NSDL ആണ്. NSDL-ഉമായിട്ടാണ് അവർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ ജിയോജിത്തിലൂടെ സാർ വാങ്ങുന്ന കംപ്ലീറ്റ് ഷെയറുകൾ NSDL ആയിരിക്കും അതിന്റെ അപ്ഡേഷൻ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. സാറ് സിറോധ ആരായിട്ട് കണക്ട് ചെയ്താണ്? സിറോധ CDSL ആണ്. CDSL ആണല്ലേ? അതെ. സാർ, നേരത്തെ ഒരു സാറ് പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്. ഹലോ സാർ, സുരേഷാണ് സംസാരിക്കുന്നത്. ഈ ഡെപ്പോസിറ്ററി ചാർജ് നമ്മളാണ് കൊടുക്കേണ്ടത്, അത് അങ്ങനെയുണ്ടോ? അതിന്റെ നിലപാട് എന്താണ്? നമ്മൾ കൊടുക്കണം, ചാർജസ് കൊടുക്കണം. ഡെപ്പോസിറ്ററി ട്രാൻസ്ഫറിന്റെ ചാർജ് നമ്മൾ ഓരോ സെയിലിനകത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലാതെ മന്ത്ലി AMC ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും കൊടുക്കണ്ട. നമ്മൾ അതിന്റെ ട്രാൻസാക്ഷൻസ് സെയിൽ നടത്തുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. പറഞ്ഞോളൂ സാറേ. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ചാർജസിന് നമുക്ക് ഈ ഡിമാറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ്. ശരിക്കും സെറോദയാണ് ആ ബിസിനസ് മോഡലിന്റെ വക്താക്കൾ. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ കയ്യിലാണ്. നമ്പർ 1 ക്ലയൻസ് കൂടുതലുള്ള സെറോദയ്ക്കാണ്. അപ്പൊ അവരുടെ ഒരു ബിസിനസ് വേ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അവർ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ ഓഫീസ് തുറക്കുക അങ്ങനെയൊന്നുമില്ല. പരമാവധി അവർ ഓൺലൈൻ ഫെസിലിറ്റിയാണ് കൊടുക്കുക. അവർക്ക് ഇതുണ്ടായിരിക്കില്ല റിസർച്ച് വിങ്ങോ, റിസർച്ച് സപ്പോർട്ട്, അങ്ങനെ ട്രേഡിംഗ് ടിപ്സ് അങ്ങനെ കൊടുക്കുന്ന രീതികളൊന്നും അവരെയൊന്നും പ്രതീക്ഷിക്കേണ്ട. അവർ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് അവരുടെ. അപ്പൊ അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത മോഡൽ ആവുന്നതുകൊണ്ടാണ് അവർക്ക് കുറഞ്ഞ ചാർജസിന് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും. നമസ്കാരം സാറേ. ഞാൻ അപ്സ്റ്റോക്സിൽ ഒരു ഓൺലൈൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തായിരുന്നേ. അത് പിന്നീട് ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ വേറെ ജിയോജിത്തിലും ഗ്രോയിലും ഉണ്ട്. അപ്പൊ അവര് സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് പൈസ ഒന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് ഒന്നും മേടിച്ചിട്ടുമില്ല താനും. പക്ഷെ ബ്രോക്കർ തന്നെ അവർ തന്നെ അപ്സ്റ്റോക്സുകാർ തന്നെ അതിൻ്റെ അകത്ത് ഒരു 40 രൂപയുടെ ഒരു ഗോൾഡ് ബി എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും നടപടി? അത് നമ്മൾ മേടിച്ചിട്ടേക്കണമല്ല, അവർ തന്നെ നമ്മുടെ പേരിൽ ഒരു ഷെയർ മേടിച്ചിട്ടിരിക്കുകയാണ്. കൂടാതെ അവർ വാങ്ങിയിരിക്കുകയാണോ? അതെ സാറേ. അത് ഫ്രീ കിട്ടണം. സാറ് സെല്ല് ചെയ്യും, അപ്പൊ കുഴപ്പമില്ലല്ലോ. സാറങ്ങ് സെല്ല് ചെയ്ത് സാറ് സെല്ല് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. സാർ, നേരത്തെ ഒരു സാറ് പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടിയിട്ട് ഒരു ഷെയർ ഉണ്ട്. അപ്പൊ അത് ഡിമാറ്റ് ചെയ്യാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഫോമിൽ ഇരിക്കുന്ന ഫോം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പേരിലേക്ക് മാത്രമായി ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ സുഹൃത്തിന് മാത്രമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. അതിലൂടെ പിന്നീട് സെല്ല് ചെയ്യുമ്പോൾ അതല്ലേ കുറച്ചും കൂടി സൗകര്യം അദ്ദേഹത്തിന് ശരിക്കും? എന്താ വെച്ചാൽ ഒരു വ്യക്തി മാത്രമാകുമ്പോഴേ, കാരണം നമ്മളുടെ ട്രാൻസ്മിഷൻ റൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും എളുപ്പം വളരെ സിമ്പിൾ ആണ്. ഈ രണ്ടുപേരുടെയും രണ്ടാളുടെയും പേര് ഓർഡർ ഓഫ് പ്രോമിനൻസ് അനുസരിച്ച് വന്നിട്ടുണ്ടാവും. ഇനി ഇവര് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ട് പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് കയറി ഓപ്പൺ ചെയ്യും. എന്നിട്ട് കംപ്ലീറ്റ്ലി അത് ഓൺലൈൻ ആയിട്ട്, കാരണം ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിമാറ്റ് രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്, സെല്ല് ചെയ്യുന്നതിനാണ് സൗകര്യം. കാരണം നമ്മളടുത്ത് വന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആ ഷെയർ വാങ്ങാൻ താല്പര്യം വെച്ച്, ഓക്കെ എനിക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, ഡിമാറ്റ് അക്കൗണ്ടിൽ വാങ്ങാൻ, ഡിമാറ്റ് ത്രൂ വാങ്ങാൻ എനിക്ക് സൗകര്യമാണെന്ന് പറയും. പക്ഷേ വേറൊരു വ്യക്തി ഞാൻ തരാൻ പോകുന്ന ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങൾക്ക് അത് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താ, ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ എനിക്ക് വേണ്ട, അത് ക്രയവിക്രയം നടത്തണമെങ്കിൽ ഞാൻ പിന്നെ അത് ഡിമാറ്റ് ചെയ്യാൻ പോകേണ്ടി വരും എന്ന് പറയും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആളുകൾ അത് റിജക്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പൊ അതിനെക്കാട്ടും സൗകര്യം എന്താണ്, ഇവർക്ക് തങ്ങൾ നേരെ ഡിമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും അതിന്റെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് അവർക്ക് വിറ്റ് കാശാക്കാം. അതാണ് അവരുടെ സൗകര്യം.
സാർ അതുപോലെ ഇപ്പൊ നോമിനേഷൻ കൊടുക്കുമ്പോഴേ ഒന്നിലധികം ആൾക്കാർ നോമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, രണ്ടാമത്തെ ആൾക്ക് സെക്കൻഡ് പ്രിഫറൻസ്, അങ്ങനെയാണോ? നമ്മൾ അതിന്റെ പെർസെന്റേജ് ഓഫ് അലോക്കേഷൻ കൊടുത്തിട്ടുണ്ടോ, അതിനനുസരിച്ചാണ് കൊടുക്കുക. അങ്ങനെ പെർസെന്റേജ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ഓൺലി വൺ ഇൻഡിവിജ്വൽ ആയിരിക്കണം അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ 2 ഇൻഡിവിജ്വലിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഓഫ് അലോക്കേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥതാണ് അല്ലേ? അതുപോലെ നമുക്ക് പറയാൻ പറ്റില്ല, അറിയില്ല, ക്ലാരിറ്റി ഇല്ലല്ലോ അതിനകത്ത്. അതെ 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 സാർ, അതുപോലെ ഇപ്പൊ 20-25 കൊല്ലം മുമ്പൊക്കെ മേടിച്ച ഷെയർസ് ഒക്കെയാണ്, അത് ഈ ഡിമാറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ സിഗ്നേച്ചർ ഡിഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് മാനേജറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് പോലും സിഗ്നേച്ചർ ഡിഫേഴ്സ് എന്ന് പറഞ്ഞു വരുന്നു. എന്താണ് അതിന് റെമഡി ഉള്ളത്? റെമഡി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനിയുമായിട്ട് ക്ലോസ്ലി കണക്ട് ചെയ്തിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റുമായിട്ട് പറയുക. ദെൻ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക. ഈ സിഗ്നേച്ചറിന്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ 10 കൊല്ലം 20 കൊല്ലം ഒരേ രീതിയിൽ ഒപ്പിടുന്നില്ല, നമ്മൾ ആരും അങ്ങനെ ഒപ്പിടാൻ പോകുന്നില്ല. കാരണം കാലം മാറുമ്പോൾ നമ്മുടെ കയ്യിലും ചലനങ്ങൾക്കൊക്കെ മാറ്റം വരും, ഓട്ടോമാറ്റിക്കലി അതൊക്കെ ചേഞ്ച് ആവും. അതൊക്കെ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റീസെന്റ് ഉള്ള ഡോക്യുമെന്റ്സും പഴയ ഡോക്യുമെന്റ്സും ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് വ്യക്തി ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ ആധാറൊക്കെ വന്നപ്പോഴും കുറച്ചുകൂടെ സൗകര്യമാണ്. കാരണം മറ്റു രേഖകൾ പോലെ ആധാർ എന്ന് പറഞ്ഞ ഒരേ യുണീക്ക് നമ്പർ ആണല്ലോ. അപ്പൊ അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ സൗകര്യമുണ്ട് ഇപ്പോഴും, കാരണം ആ രീതിയിലൊക്കെ ഇപ്പോ പരിഗണിക്കുന്നുണ്ട്. സാർ അതുപോലെ തന്നെ ഇപ്പോൾ 3 ജോയിന്റ് ഹോൾഡേഴ്സ്, അതിനകത്ത് ഒരാൾ മരിച്ചു, മ്യൂച്വൽ ഫണ്ടും ഉണ്ട്, കമ്പനികളുടെ ഡിമാറ്റ് ഷെയർസും ഉണ്ട്, അവന് വേറെ നോമിനേഷനും ഇല്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിലവിലുള്ള ജീവിച്ചിരിക്കുന്നവരുടെ പേർക്ക് മാറ്റാനായിട്ട് ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താണോ ചെയ്യേണ്ടത്? ഞാനൊരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് പറഞ്ഞായിരുന്നില്ലേ, അതിനകത്ത് ഓരോരോ ആളുകളുടെ അത്രയും ഡോക്യുമെന്റ്സ് വേണം. കാരണം ജോയിന്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ 5 lakhന്റെ താഴെയാണെങ്കിൽ 5 lakhന്റെ മുകളിലാണെങ്കിൽ ഇത്ര ഡോക്യുമെന്റ്സ് വേണം. അത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് വെച്ച് കൊടുക്കേണ്ടി വരും, ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റേ രേഖകളും. താങ്ക് യു സാർ. സാറേ, ഞാൻ വർഗീസാണ്. ഈ ഒരു കമ്പനിയുടെ ഷെയർ തന്നെ BSEയിലും NSEയിലും ഉണ്ടാവും? രണ്ടിലുണ്ടാവും. എവിടെയെങ്കിലും പോയി മേടിക്കാന്നല്ലേ? നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സൗകര്യം പോലെ വാങ്ങാം. സെല് ചെയ്യുമ്പോ ആ BSEയിലെ ഷെയർ അവിടെ തന്നെ വേണമെന്നില്ല? ഇപ്പൊ നിർബന്ധമില്ല. ഓക്കെ. ഇല്ല, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ BSEന്ന് വാങ്ങിയിട്ട് NSEയിൽ ചെയ്യാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന്